അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സമാദരണീയരായ ഉസ്താദുമാരെ, അഭിമന്യരായ രക്ഷിതാക്കളെ, കർമ്മധീരരായ വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ ശബ്ദം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഓൺലൈൻ ശ്രോതാക്കളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി സംഘടന സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ഉപസമിതിയായ ഇസ്തിഖാമ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ആദർശ ക്യാമ്പയിൻ്റെ ഉദ്ഘാടന സംഗമത്തിനാണ് ഒത്തുകൂടിയിട്ടുള്ളത്. സത്യത്തിൽ ഞങ്ങളിത് ചർച്ച വന്നപ്പോൾ എവിടെയാണ് ഉദ്ഘാടനം നടത്തേണ്ടത്, അധികം പേര് പറഞ്ഞു കോഴിക്കോട് നടത്താം, മലപ്പുറത്ത് നടത്താം, അങ്ങനെ ഒരു പ്രധാന ടൗണിൽ വെച്ച് നടത്താനുള്ള അഭിപ്രായം ഉണ്ടായി. അപ്പോഴാണ് ബഹുമാനോടെ സുലൈമാൻ ഫൈസി ചുങ്കത്തറ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അദ്ദേഹം പറഞ്ഞു അല്ല, അത് നമുക്ക് നിലമ്പൂർ നടത്താം. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടാകും അത് ഇന്നിപ്പോൾ അവിടെ ഈ സംസ്ഥാനതല ഉദ്ഘാടനമൊക്കെ അവിടെ വെച്ചാൽ അത് വിജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അൽഹംദുലില്ലാ ഞങ്ങൾ വരുമ്പോഴൊക്കെ ചർച്ച ഉണ്ടായിരുന്നു എന്താകുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ആ ആശങ്കയൊക്കെ മാറ്റി ഇവിടുത്തെ എല്ലാവരും ജമിയത്തുൽ ഉലമയുടെയും SYSൻ്റെയും SKSFൻ്റെയും എല്ലാ ഉപസമിതിയുടെയും എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങി ഈ കാണുന്ന വലിയൊരു ജനാവലിയോടെ കൊണ്ടുവരാൻ സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഞാൻ ആദ്യമായി കൊണ്ട് ഇതിൻ്റെ പ്രവർത്തകന്മാരെ, ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട അഭിമന്യരായ ഉസ്താദുമാർ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ധാരാളമുണ്ട്, ഓടിച്ചാടി നടക്കുന്ന ഒട്ടേറെ SKSFൻ്റെ പ്രവർത്തകന്മാർ, SYSൻ്റെ പ്രവർത്തകന്മാർ, അവരെ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ സംരംഭത്തിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചോ അള്ളാഹു എല്ലാവർക്കും ഈ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ നല്ല ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. പ്രയാസങ്ങളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ. വിഷമങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ റഹ്മാനെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആമുഖങ്ങൾ നീട്ടിക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് IS സലഫിസം ഫാസിസം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോഴേക്ക് ചില ആളുകളൊക്കെ എന്തിനാണ് നിങ്ങളിങ്ങനെ IS ആയി ചിത്രീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പല കോണുകളും ബന്ധപ്പെടാറുണ്ട്. നമ്മൾ ആരെയും അങ്ങനെ ചിത്രീകരിക്കാനോ ആരോപണം ഉന്നയിക്കാനോ അല്ല ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴേക്ക് കുമ്പളങ്ങ എന്ന് പറയുമ്പോഴേക്ക് എന്തിനാ ചില ആളുകളൊക്കെ തലയിൽ തപ്പാൻ പോകുന്നത്? അതെന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. നമ്മൾ ആ നിലക്കൊന്നുമല്ല ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ ബഹുമാനനായ MT അബൂബക്കർ ദാരിമിയുടെ സൂചിപ്പിച്ചു വെച്ച, ഇവിടെ പറഞ്ഞു വെച്ച വിഷയത്തിന്റെ ബാക്കിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ലോകത്ത് IS നമ്മൾ പരിചയപ്പെടുമ്പോഴും കണ്ടെത്തുന്നത് അതേ ഒരു ആശയത്തിലേക്കാണ്. ഇൻഷാ അല്ലാഹ് അതിന് ശേഷം ഞാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദമ്മാജ് സലഫിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. നിലമ്പൂർ പരിപാടിയേക്കാളുള്ള ഒരു കാരണം അതുകൂടിയാണ്, അതുകൊണ്ടല്ലോ പറയാം. ഈ ആട് സലഫികളുടെ തുടക്കം ഇവിടെയാണ്. അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിക്കണം നിങ്ങൾക്കാണ്. എന്താ ചെയ്യുക, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യമാണല്ലോ. മണ്ണാർക്കാട് ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടി, ഓരോരുത്തർക്കും ഓരോ ഭാഗ്യം കിട്ടുന്നതാണ്. അതിപ്പോൾ ഓരോരുത്തർ അല്ലാഹു കൊടുക്കുന്ന തൗഫീഖാണ്. ഇപ്പം എനിക്കൊക്കെ എവിടെ പോയാലും മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടാമത് ചർച്ചൻ്റെ ആവശ്യമില്ല, മണ്ണാർക്കാട് അത്ര മതി. അതെന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല, അത് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടതല്ല. അങ്ങനെ ഓരോന്നിനോരോ ബന്ധങ്ങൾ നിമിത്തങ്ങൾ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്കതിന് ബന്ധം കിട്ടിയത് ഈ ആട് സലഫികളാണ്. ഇപ്പൊ അവർ പറയുന്നത് നേരത്തെ ബഹുമാന MT അബൂബക്കർ ദാരിമി സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ബിദ്അത്താണെന്നാണ്. ഇത് ഇന്ന് പറയാൻ തുടങ്ങിയൊന്നുമല്ല, അത് മുമ്പേ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് തെളിയിക്കാൻ പോവുകയാണ്. ഇവരെ രേഖകൾ തന്നെ എത്രത്തോളം മോട്ടോർ വാഹനങ്ങൾ പോലും ഉപയോഗിക്കാൻ പാടില്ലെന്ന് ആദ്യകാല വഹാബികൾ പറഞ്ഞിട്ടുണ്ട്. ബൈക്ക് ഓടിക്കാൻ പാടില്ല, ബിദ്അത്താണെന്ന്. ബൈക്കിൽ ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ കുല്ല് വിദ്യാർത്ഥി ദലാല വക്കുള്ള ദലാലത്ത് പിന്നാറ് ബൈക്കിന് ഇറക്കത്തേക്കാണ് അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഞാൻ തുടങ്ങി വെക്കുന്നത് ലോകത്ത് കഴിഞ്ഞുപോയ ബിദ്അഈ കക്ഷികളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിൽ ആദ്യ കക്ഷിയായ ഖവാരിജിയത്ത് അവരുടെ പ്രധാന അടയാളമാണ്. എന്താ രണ്ടാമത്തത്? കാഫറല്ലേ, നബിന് എന്ത് ചെയ്യാം, അവരെ കൊല്ലും ചെയ്യാം. നോക്കൂ, നിങ്ങൾ മഹാന്മാർ പറയുന്നു
ഇസ്തബാഹു ദിമാഅഹും. ഖവാരിജിയാക്കൾ അവരുടെ എതിരാളികളെ കാഫറായി മുദ്രകുത്തിയപ്പോൾ പിന്നീട് അവർ ചെയ്ത പണി എന്താ? അത്തരക്കാരായ ആളുകളെ കൊല്ലൽ അനുവദനീയമാണ് അവർ പ്രഖ്യാപിച്ചു. ആരെയാ ഖവാരിജിയാക്കൾ കൊന്നത്? അത് പഠിക്കണം നമ്മൾ. അത് പറഞ്ഞു വരുമ്പോഴാണ് നമ്മളെ സലഫിസത്തിലേക്ക് എത്തിച്ചേരുക. ആരെയാണ് ഖവാരിജിയാക്കൾ കൊന്നത്? ഗൗരവം മനസ്സിലാക്കണം. മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു, അല്ലേ, അലി റളിയല്ലാഹു അൻഹു കൊന്നു. ആരാ? അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ വിളിച്ചിട്ടുണ്ട്. അലി, അലി അൻത ബിമൻസിലത്തി ഹാറൂൻ. അലി, നീ എൻ്റെ അടുക്കൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഹാറൂൻ നബിക്കുള്ള സ്ഥാനം പോലെയാണ് എൻ്റെ അടുക്കൽ നിനക്കുള്ള സ്ഥാനമെന്ന് സയ്യിദുനാ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അലി റളിയല്ലാഹു അൻഹു നിഷ്ഠൂരമായി കൊന്നു. കഴിഞ്ഞില്ല. അബ്ദുല്ലാഹിൽ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സഹാബി, ആ സഹാബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഖവാരിജിയാക്കൾ കണ്ടുമുട്ടി. അബ്ദുല്ലാഹിൽ ഹബ്ബാബ് റളിയല്ലാഹുവിന്റെ കൂടെ തന്റെ ഭാര്യയുമുണ്ട്, ഗർഭിണിയാണ്. അബ്ദുല്ലാഹിൽ ഹബ്ബാബ് റളിയല്ലാഹുവിന്റെ കയ്യിൽ മുസാഫ് ഉണ്ട്. ഖവാരിജിയാക്കൾ ചോദിച്ചു, നിന്റെ കയ്യിൽ എന്താണുള്ളത്? മുസാഫാണുള്ളത്. ഉടൻ തന്നെ ചോദിക്കുകയാണ്, മാ റഅയുക ഫി അലി ഇബ്നു അബി ത്വാലിബ്. അലിയാരെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മഹാനായ അബ്ദുല്ലാഹിൽ ഹബ്ബാബ് റളിയല്ലാഹു എന്ന് പറയുന്ന മഹാനായ സഹാബി പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ആളാണ്. ഇത് പറയേണ്ട താമസം അബ്ദുല്ലാഹിൽ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അവർ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. എന്ന് മാത്രമല്ല, അവർ കൊന്നുകളഞ്ഞു അബ്ദുല്ലാഹിൽ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. കഴിഞ്ഞില്ല. തന്റെ കൂടെ ഉണ്ടായിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഗർഭിണിയായ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വയറ്റത്തേക്ക് കത്തികൊണ്ട് കുത്തി ആ ഗർഭം അവർ പുറത്തേക്കെടുത്തു. ഗർഭസ്ഥ ശിശുവിനെ പുറത്തേക്കെടുത്തു. ആ സഹോദരിയെ ക്രൂരമായി കൊന്നുകളഞ്ഞു. ഖവാരിജിയാക്കൾ ആരാണെന്ന് നമ്മൾ പഠിക്കണം. ആദ്യം ഈ വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ ഒരു പദ്ധതി ഇട്ടു. മഹാനായ അംർ ഇബ്നുൽ അസ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ പദ്ധതി ഇട്ടു. അങ്ങനെ കഴിഞ്ഞുപോയ ഒട്ടേറെ മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ ആളുകളെ നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞ വിഭാഗമാണ് ലോക ചരിത്രത്തിലെല്ലാം പരിചയപ്പെടുമ്പോൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു വിഭാഗം ഖവാരിജിയാക്കൾ. ഇത് നമ്മൾ മാത്രം പറയുന്നല്ല. ഭാരതന്മാരായ പണ്ഡിതന്മാരൊക്കെ ഇത് രേഖപ്പെടുത്തുന്നതിന് പുറമെ സാക്ഷാൽ ഇബ്നു തൈമിയ്യ പോലും അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നത് കാണാൻ കഴിയും. ഫഇന്നഹും ഖതലു അബ്ദുല്ലാഹി ഇബ്നു ഹബ്ബാബ്. ഖവാരിജിയാക്കൾ അബ്ദുല്ലാഹി ഇബ്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞു. മാത്രമല്ല ഒട്ടേറെ സാലിഹീങ്ങളെ കൊന്നുകളഞ്ഞു. കൊന്നൊന്നു മാത്രമല്ല, വഹും കാനൂ യുകഫിറൂന ജംഹൂറുൽ മുസ്ലിമീൻ. ഖവാരിജിയാക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് ഇബ്നു തൈമിയ്യ പോലും രേഖപ്പെടുത്തുന്നു. അവരുടെ സ്വഭാവം എന്താ? മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന രീതിയാണ് ഖവാരിജിയാക്കൾ സ്വീകരിച്ചത്. ഇനി നോക്കും നിങ്ങൾ, ആ ഖവാരിജിയത്തിന്റെ, ഞാൻ ചുരുക്കി പറഞ്ഞു പോകും, പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് ചുരുക്കി പറഞ്ഞു പോകുക. ആ ഖവാരിജിയത്തിന്റെ തനി പകർപ്പാണ് പിന്നീട് ലോകത്തേക്ക് കടന്നു വന്ന വഹാബിസം. ഖവാരിജിയത്തിന്റെ തനി പകർപ്പ്. ഖവാരിജിയത്തിന് പറഞ്ഞ സ്വഭാവങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അതേ രീതിയിൽ കാണുന്ന ഒരു വിഭാഗമാണ് ലോകത്ത് പിന്നീട് കടന്നു വന്ന വഹാബികൾ. എന്താ ഖവാരിജിയത്തിനെ കുറിച്ച് പറഞ്ഞത്? ഒന്ന് നമ്മൾ പറഞ്ഞു, തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫറാക്കുക. എന്നിട്ട് ആ പേര് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ കൊന്നുകളയുക. ഇതേ പണി പിന്നീട് ഏറ്റെടുത്തതാരാ? വഹാബികളാ. ഇത് നമ്മൾ പറയുന്നതല്ല. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി തഫ്സീർ സാവിയിൽ രേഖപ്പെടുത്തുന്ന കാണാൻ സാധിക്കും. തഫ്സീർ സാവിയിൽ അഫമൻ സുയ്യിന ലഹു സൂ അമലിഹി ഫറആഹു ഹസന ഫഇന്നല്ലാഹ യുദില്ലു മൻ യശാ വയഹ്ദീ മൻ യശാ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദിഹിൽ ആയത്ത് നസലത് ഫിൽ ഖവാരിജ്. ഈ ആയത്ത് ഇറങ്ങിയത് ഖവാരിജിയാക്കളെ കുറിച്ചാണെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്താ ഖവാരിജിയാക്കളുടെ പ്രത്യേകത? അല്ലദീന യുഹദ്ദിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്നാ. വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് ഖവാരിജ്. എന്നിട്ടോ വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ വഅംവാലഹും. മുസ്ലിമീങ്ങളെ കൊന്നുകളയാമെന്നും അവരെ സമ്പത്ത് കൊള്ളയടിക്കാമെന്നും വാദമാണ് ഖവാരിജിയാക്കൾക്ക് ഈ കാഫറാക്കൾ വഴി അവർ കണ്ടെത്തിയത്. കാഫറാക്കിയത് മാത്രമല്ല, അതുവഴി മുസ്ലിമീങ്ങളെ സമ്പത്ത് കൊള്ളയടിച്ചു. കാരണം മുസ്ലിമീങ്ങളൊന്നും, ഈ സുന്നികളൊന്നും മുസ്ലിമീങ്ങളല്ല, അവരെ സമ്പത്ത് കൊള്ളയടിക്കാം, അവരെ കൊന്നുകളയാം. ഈ വാദമാണ് ഖവാരിജിയാക്കൾക്കുണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഇമാം മുഹമ്മദ് സാവി ലോകം കണ്ട മഹാനായ പണ്ഡിതനാണ്.
ലോകം കണ്ട വലിയ ഖുർആൻ വ്യാഖ്യാതാവാണ് ഇമാം മുഹമ്മദ് സാവി. മഹാനവറുകൾ പറയാണ്, കമാഹു മുശാഅദുൻ അൽആൻ ഫീ നളാഇരിഹിം വഹും ഫിർഖത്തും ബിഅർളി ഇജാസ്. എന്നാൽ ഖവാരിജിയാക്കൾ അതേ ഒരു പകർപ്പ് ഇന്ന് നമ്മുടെ നാട്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമാം മുഹമ്മദ് സാവി പറയാണ്, ഖവാരിജിയാക്കൾ അതേ സ്വഭാവമുള്ളൊരു ടീം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണത്? യുഖാലു ലഹുമുൽ വഹാബിയ്യ. അവരൊരു വഹാബികൾ എന്നാണ്. വഹാബികൾ ചെയ്ത പണി എന്താ പറയുക നിങ്ങൾക്ക്? തഫ്സീറിന്റെ കിതാബിൽ നീ ഭാഗം കട്ട് ചെയ്തു. ഏത്? യുഖാലു ലഹുമുൽ വഹാബിയ്യ. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞാൻ ഈ തഫ്സീർ വാങ്ങിയ സമയത്ത് ആ ഭാഗത്തൊരു വെള്ള അടയാളം മാത്രം ഒന്നും കാണാനില്ല. യുഖാലു ലഹുമുൽ വഹാബിയ്യ എന്നുള്ള ഭാഗം പ്രിന്റിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. വലിയ മഹാപണ്ഡിതന്മാർ നമ്മളൊക്കെ പറയുന്നതിന് എത്രയോ കാലങ്ങൾക്ക് പറഞ്ഞു, ഖവാരിജിയാക്കളെ തനി പകർപ്പാണ് ലോകത്ത് കടന്നു വന്ന വഹാബികൾ. എന്നിട്ട് ഇമാം മുഹമ്മദ് സാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവർ വിചാരിക്കുന്നു അന്നഹും അലാ ശൈ. വഹാബികളെ വിചാരം എന്താ? ഞങ്ങൾ വലിയ ദീനീ പ്രവർത്തകന്മാരാണ്, ഞങ്ങൾ വലിയ ഇസ്ലാഹികളാണ്, ഞങ്ങൾ സമുദായത്തിന്റെ സമുദ്ധാരത്തിന് വേണ്ടി സമുദായത്തിന്റെ സേവകരായി ഇറങ്ങിപ്പുറപ്പെട്ടവരാണ്. പക്ഷേ ഇമാം മുഹമ്മദ് സാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. അവർ കള്ളന്മാരാണ്. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? സമസ്തയുടെ പ്രസിഡന്റ് അല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ജനറൽ സെക്രട്ടറി അല്ല, സമസ്തയുടെ ട്രഷറർ അല്ല, പൂർവികരായ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. വഹാബികൾ കള്ളന്മാരാണ്. ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താൻ. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ശൈത്താൻ അവരെ അധീനപ്പെടുത്തി കഴിഞ്ഞു പോയി, അവർ ശൈത്താന്റെ വലയത്തിൽ പെട്ടുപോയി. അവർ ഉലൈക ഇസ്ബുശ് ശൈത്താൻ, അവർ ശൈത്താന്റെ പാർട്ടിയാണ്. അലാ ഇന്ന ഇസ്ബുശ് ശൈത്താൻ ഹുമുൽ ഖാസിറൂൻ. ശൈത്താന്റെ പാർട്ടി വിജയിക്കുകയില്ല, അവർ പരാജിതരാണ്, അവർ എന്നും പരാജിതരാണെന്ന് പറയുന്നത് ആരാ? ഇമാം മുഹമ്മദ് സാവി തഫ്സീർ സാവിയിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഖവാരിജിയാക്കൾ അതേ പകർപ്പാണ് ലോകത്ത് പിന്നീട് കടന്നു വന്ന വഹാബികൾ. ഇനി നോക്കൂ നിങ്ങൾ, വഹാബികൾക്ക് ഈ സ്വഭാവങ്ങളൊക്കെ കാണാൻ കഴിയും. ഏത് സ്വഭാവങ്ങൾ? നേരത്തെ ഞാൻ പറഞ്ഞ മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന രീതി, മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന രീതി. ഇനിയിപ്പോ ഇവരെന്താ ചെയ്തറിയോ? ഇപ്പൊ പറയേണ്ടത് ഞങ്ങൾ വഹാബികളല്ല എന്നാണ്. ഇത് പ്രൊഫസർ മങ്കഡ് അബ്ദുൽ അസീസ് മൗലവി എഴുതിയ പുസ്തകമാണ്. വഹാബികൾ ലോകാടിസ്ഥാനത്തിൽ ഭീകരവാദികളാണ്, തീവ്രവാദികളാണെന്നപ്പോൾ ഇവരെന്താ ചെയ്തറിയോ? ഞങ്ങളെ വഹാബി എന്ന് വിളിക്കാൻ തന്നെ പാടില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. ഇവർ അഭിമാന പുരസ്സരം പറയാണ്. എന്താ കേസ്? നോക്കൂ നിങ്ങൾ. വഹാബി എന്നാൽ തീവ്രവാദി എന്നോ റിബൽ എന്നോ ആണ് അർത്ഥമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങളെ വഹാബി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇവർക്ക് വഹാബിന്ന് കേൾക്കണ പോലും പേടിയാണ്. നമ്മളൊക്കെ ഒരു അഭിമാനം നോക്കും നിങ്ങൾ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് പറയൽ നമുക്ക് അല്ലേ ഒരു അന്തസ്സല്ലേ? സമസ്തക്കാരാണെന്ന് പറയാൻ, സുന്നികളാണ് പറയാൻ നമുക്കൊരു അഭിമാനല്ലേ? ബാക്കിയുള്ള ടീമൊക്കെ നോക്കും നിങ്ങൾ. ബാക്കിയുള്ള ഏത് ടീം എടുത്താലും അല്ല നിങ്ങൾ മൗദൂദി, ഞങ്ങൾ പോടൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളെ മുണ്ടേ ചെയ്യരുത്, ഞങ്ങളെ വഴിക്കപ്പല്ല. നമ്മളോ അൽഹംദുലില്ലാഹ് ഞങ്ങൾ സുന്നികളാണ്, ഞങ്ങൾ സമസ്തക്കാരാണ്. ഇവരോ ആ പേര് തന്നെ മാറ്റി. പേര് മാറ്റിയെന്ന് മാത്രമല്ല, കേസ് കൊടുത്തു ആ പേര് ഞങ്ങൾക്ക് ദുരുപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നിട്ട പേരാണ് സലഫികൾ. ഇപ്പൊ പറഞ്ഞ ആ സലഫി ഞങ്ങളല്ല, ആ പേര് മാറ്റി. പിന്നെ വന്ന പേരാണ് മുജാഹിദ്. ഇപ്പോഴോ അതും പ്രശ്നം. കാരണം മുജാഹിദ് കേൾക്കുമ്പോൾ തന്നെ ജിഹാദ്. ഒരു ഗതികേട് നോക്കി ഈ പ്രസ്ഥാനത്തിന്റെ. വല്ലാത്തൊരു ഗതികേടാണ് വിഭാഗത്തിന് പൊട്ടുവരിക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ പ്രസ്ഥാനത്തിന് അവരിലുണ്ടായ എല്ലാ സ്വഭാവങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, ലോക മുസ്ലിമീങ്ങളെ കാഫറാക്കുക. എത്ര സംഭവങ്ങൾ ഉദ്ധരിക്കാൻ കഴിയാ. ഇത് നോക്കൂ നിങ്ങൾ. ഇത് പഴയ സൽസബീലാണ്. 1975 ഞാനൊക്കെ ജനിക്കുന്നതിന് 5 കൊല്ലം മുമ്പുള്ളതാണ്. ഞാൻ ഇക്കാക്കാന്ന് വിളിക്കണം. നമ്മൾ എംപയിലാണ് ജനിക്കുന്നത്. ഇത് 75 സൽസബീല. ഈ സൽസബീലിൽ ഇവരുടെ നേതാവ് ജനാബ് കെ ഉമർ മൗലവി സുന്നികളെ പരിചയപ്പെടുത്തുക. എന്താ പരിചയപ്പെടുന്നത്? ലോക മുശ്രിക്കുകളായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്.
എന്നിട്ട് ലോക മുശ്രിക്കുകളെ നേതാവാരാ, പ്രസിഡന്റ് ആരാ കേട്ടോളൂ? ഒന്ന് ഹാജി അംർ ഇബ്നു ഹിഷാം അബൂ ജഅൽ ലഅനത്തുല്ലാഹി അലൈഹി. ഹാജിയാണ് ആര്? അബൂ ജഅൽ ഹാജി. മൂപ്പരെ സ്ഥാനം എന്താ കേട്ടോളൂ? പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുശ്രിക്കീൻ, സമസ്ത ലോക ജംഇയ്യത്തുൽ മുശ്രിക്കീൻ. ആര്? അബൂ ജഹല്, സമസ്ത ലോക ജംഇയ്യത്തുൽ മുശ്രിക്കീൻ. രണ്ടാരാ? പ്രസിഡന്റ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, രണ്ടാമത്തെ മുശ്രിക്ക്. ഒന്ന് ഹാജി അബൂ ജഹൽ ഹാജി, രണ്ട് കണ്ണിയത്ത് ഉസ്താദ്. മൂന്ന് കേട്ടോളൂ, സെക്രട്ടറി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ആരാ? ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. പിന്നെയോ വിദ്യാഭ്യാസ ബോർഡിന്റെ ആളുകൾ, അന്നസീം പത്രാധിപർ. പിന്നെയോ സുന്നി ടൈംസിന്റെ ആളുകൾ, പ്രിൻസിപ്പൽ ജാമിയ നൂരിയ അറബി കോളേജ്. ഇവരൊക്കെ ജംഇയ്യത്തുൽ മുശ്രിക്കീങ്ങൾ അംഗങ്ങളാണ്. ലോക മുസ്ലിമീങ്ങളെ കാഫറാക്കുക, ഇതിനൊന്നും ഒരാൾക്കും പ്രശ്നമില്ല. എന്ത് സമസ്തന്റെ പ്രസിഡന്റ് കാഫറ? കുഴപ്പമില്ല, അത് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ പറയരുത്. നമ്മൾ പറഞ്ഞാലോ അത് പറയരുത്. നമ്മളിപ്പോ എന്താ ഇവിടെ ചെയ്തത്? ഇങ്ങനെയൊന്നും പറയരുത്, അത് പറയരുത്, ഓലങ്ങനെ പറഞ്ഞോട്ടെ. സുന്നി യുവജന സംഘടന പ്രസിഡന്റ് ഒന്ന് അതാരാ? അന്ന് സുന്നി യുവജന സംഘടന പ്രസിഡന്റ് ആരാ? ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുപ്പ, പാണക്കാട് സയ്യിദ് PMS പൂക്കോയത്തങ്ങൾ. പൂക്കോയത്തങ്ങൾ മുശ്രിക്കാണ് പറയുമ്പോ നമ്മൾ തിരിച്ചെന്താ പറയണ? അരുത് എന്ന് പറയണ്ടേ? കഴിഞ്ഞില്ല. അന്ന് സുന്നി യുവജന സംഘത്തിന്റെ നേതാവായിരുന്ന EK ഹസൻ മുസ്ലിയാർ വഫാത്തിനോട് മല്ലിടുമ്പോ ഹസൻ മുസ്ലിയാർക്ക് ഒരു കത്തയച്ചു. കത്തിന്റെ കോപ്പിയാണിത്. എന്താ എഴുതിയിരിക്കും? EK ഹസൻ മുസ്ലിയാർ അസ്ലിം തസ്ലിം. ഹസൻ മുസ്ലിയാരെ മുസ്ലിമാകണം, അസ്ലിം, നിങ്ങൾ മുസ്ലിമാകണം, എങ്കിൽ തസ്ലിം, താങ്കൾക്ക് രക്ഷപ്പെടാ. ഖവാരിജിയാക്കൾ ലോകത്ത് ചിതെന്താ? അക്കാലഘട്ടത്തിലെ ആലിമീങ്ങളെ, അക്കാലഘട്ടത്തിലെ സാദാത്യങ്ങളെ, അക്കാലഘട്ടത്തിൽ ജനങ്ങൾ ആദരിക്കുന്ന ആളുകളെ കാഫർ എന്ന് പറഞ്ഞെങ്കിൽ ആ ഖവാരിയത്തിന്റെ തനി പകർപ്പായി കടന്നു വന്ന വഹാബിസം അവരും പറയുന്നു ഹസൻ മുസ്ലിയാർ കാഫിറാൻ. എന്നിട്ട് ഹസൻ മുസ്ലിയാരോട് പറയാ, ഇല്ല, നിങ്ങൾ മുസ്ലിം ആവണില്ലെങ്കിൽ. അദ്ദേഹം അയച്ച കത്തിന്റെ കോപ്പിയാണിത്. അസമൂല്യങ്ങൾ മുസ്ലിമാകുന്നില്ലെങ്കിൽ അങ്ങയോട് പിൻപറ്റിയുള്ള കുറ്റം അങ്ങ് ഏറ്റെടുക്കേണ്ടി വരും. ഇതാ കാലഘട്ടത്തിൽ വലിയ കൊള്ളക്കം സൃഷ്ടിച്ചു. അസം മുസ്ലിയാർ കാഫറാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ പല ആളുകളും ഉമർ മൗലവി കത്തെഴുതി, നിങ്ങൾ ആ പറഞ്ഞ ശരിയല്ലല്ലോ. അപ്പൊ ഇയാളെന്നാ മറുപടി പറഞ്ഞറിയോ? അസം മൂല്യർ കാഫറാണ്, അസം മൂല്യർ കാഫറാണെന്ന് സംശയിച്ചവരും കാഫറാണ്. എളുപ്പമായല്ലോ. അസം മൂല്യർ കാഫറാണ്, അസമൂല്യർ കാഫറാണോ എന്ന് സംശയിച്ചവനും കാഫറാണ്. കഴിഞ്ഞോ? ഇത് അസം മുസ്ലിയാരിൽ ഒതുങ്ങുന്നില്ല കേട്ടോളൂ. ചുരുക്കത്തിൽ മുഹിദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ച് തേടുന്നതിൽ കുഫറിന്റെ കാരണങ്ങൾ 4 ഒരു പ്രാവശ്യം തേടിയാൽ 4 വട്ടം കാഫിറാകുന്നതാണ്. ഒറ്റ വട്ടം മുഹിദ്ദീൻ ഷേഖെ എന്ന് വിളിച്ചാൽ 4 വട്ടം കാഫിറായി. കുത്തുബിയത്തിൽ എത്ര വട്ടം വിളിക്കും? 1000 വട്ടം ഇൻറ്റു 4 സമം. ഒരു കുത്തുബിയത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി 4000 കാഫറാവും. നമ്മളൊക്കെ കാഫറാക്കി പൂതി തരാൻട്ടേ. ഇനി കേട്ടോളൂ, കഴിഞ്ഞില്ല, നിർത്തുന്നില്ല. അദ്ദേഹം പറയുന്നു, ഇസ്തിഹാസ കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്യുന്നവൻ, ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി തെളിവുദ്ധരിക്കുന്നവൻ 1000 വട്ടം കാഫറാകുന്നു. MT അബൂബക്കർ ദാരിമി ഒരു 1000 വട്ടം കാഫറായിട്ട് അവിടെ ഇരിക്കുന്നത്. കാരണം ഇസ്തിഹാസക്ക് തെളിവുദ്ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇസ്തിഹാസക്ക് തെളിവുദ്ധരിക്കുന്നവൻ 1000 വട്ടം കാഫറാണ്. ഖവാരിജിയത്തിന്റെ തനി പകർപ്പല്ലേ, ഖവാരിജിയാക്കൾ സ്വീകരിച്ച രീതിയല്ലേ വഹാബികൾ കേരളത്തിൽ സ്വീകരിച്ചു പോകുന്നത്? കഴിഞ്ഞില്ല. പിന്നെയോ 2, നേരത്തെ ബഹുമാനപ്പെട്ട MT ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, ലോക ആലിമീങ്ങളെ, മഹത്തുക്കളെ നിസാരമാക്കുകണ്ടോ? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, ആരാ? മുഹിദ്ദീൻ ഷേഖ്. തന്റെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്? ആയിരക്കണക്കിന് ആളുകളല്ലേ വിശുദ്ധ ഇസ്ലാമിന്റെ തീരത്തേക്ക് കടന്നു വന്നത്? ആ മഹാനായ മുഹിദ്ദീൻ ഷേഖ്. മുഹിദ്ദീൻ ഷേഖിനെ കുറിച്ച് ഇവരുടെ നേതാക്കന്മാർ പോലും പറഞ്ഞെന്താ? 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്നാണ് മുഹിദ്ദീൻ ഷേഖിനെ കുറിച്ച് EK മൗലവി തന്റെ ഷെയ്ഖ് ജീലാനി എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത്. 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ്.
ഓരോ നൂറ്റാണ്ടിലും മുജ്ദിദിൻ അല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മ അലാ റഅസി കുല്ലി മിഅത്തി സന മൻ യുജദ്ദിദു ഹാദിനഹാ. ഓരോ 100 വർഷം കൂടുമ്പോഴും ഒരു നൂറ്റാണ്ടിൽ ഒരു മഹാനുണ്ടാകും, ഒരു മുജദ്ദിദ് ഉണ്ടാകും. 6-ാം നൂറ്റാണ്ടിൽ മുജദ്ദിദായി ടി.കെ. മൗലവി പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഹിദ്ദീൻ ശൈഖാണ്. ആ മുഹിദ്ദീൻ ശൈഖിനെ കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വഹാബി പ്രസ്ഥാനത്തിന്റെ പത്രമായ അൽ മനാർ എന്ന് എഴുതി വെച്ചത് നോക്കൂ നിങ്ങൾ. ഞാൻ വായിക്കാം. യാതൊന്നും കാണുവത് നാരായണ പ്രതിമ, യാതൊന്നും കേൾക്കുവത് നാരായണ ശുദ്ധിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ നമ നമ. ഈ ശ്ലോകം എഴുതിയിട്ട് പറയാണ്, മുഹിദ്ദീൻ ശൈഖിന്റെ തലയിൽ കയറിക്കൂടിയിരിക്കുന്നത് ഈ ചിന്തയാണ്. ആരെയായി കുറ്റപ്പെടുന്നത്? ലോകം കണ്ട വലിയ വലിയും സൂഫിയും പണ്ഡിതനുമായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഇനി അക്രമങ്ങളുടെ നീണ്ട പരമ്പരയായിരുന്നു. ഇവരുടെ അക്രമങ്ങൾക്കൊന്നും ഒരു കയ്യും കണക്കില്ല. ഇതേതാ പുസ്തകം? ഇവരുടെ സാൽവേഷൻ സുവനീറ, സാൽവേഷൻ സുവനീറ. ഇതിൽ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മഹത്വം പറയുമ്പോൾ ആ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ എന്തൊക്കെയാ പറയണറിയോ? അദ്ദേഹം ചെയ്ത സേവനങ്ങൾ പറയുന്നത്, ഒന്ന്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുബ്ബ, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ സഹോദരൻ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുബ്ബ അദ്ദേഹം തച്ച് നിരപ്പാക്കി. എന്താ മഹാനായ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബറിന്റെ മുകളിൽ? പല ആളുകളും മക്കത്തും മദീനത്ത് പോയിട്ട് വരുമ്പോൾ ചോദിക്കാറുണ്ട്, എന്തായി മക്കത്തും മദീനത്തൊന്നും ഖബറിന്റെ മുകളിൽ കുബ്ബയില്ലാത്തത്? ഇവരത് അഭിമാനപൂർവ്വം പറയുന്നു, അതൊക്കെ ഞങ്ങൾ തച്ച് തകർത്തതാണ്. ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ മദ്ഹ് മാത്രം പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 32-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി പറയുന്നു. എന്താ പറയുന്നത്? അൽ ജുബൈലിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ സയ്യിദ് ഇബ്നുൽ ഖത്താബിന്റെ ശവകുടീരമുണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ശവകുടീരം. ഇതിനെ കുറിച്ച് പറയുന്നത് ഒരു മഹാന്റെ ഖബറിനെ കുറിച്ച് പറയുന്ന ശൈലിയാണ്. ശവകുടീരം ഉണ്ടായിരുന്നു. കേട്ടോളൂ. മുസൈലിമത്തിനെതിരായ മുസ്ലിമുകൾ നടത്തിയ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ് സെയ്ദ്. തീർല നിസാരക്കാരനല്ല, സ്വഹാബിയാണ്, അതോടൊപ്പം ഷഹീദ. ആ ഷഹീദായ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിനെ കുറിച്ച് ഉപയോഗിച്ച വാക്ക് ശവകുടീരം. കേട്ടോളൂ. ജനങ്ങൾ ആ ഖബറിനെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നു. ആരാധിക്കാരന നമ്മൾ മമ്പറത്തേക്ക് സിയാറത്തിന് പോകുമല്ലോ, എന്ന പോലെ അവിടെ ആൾക്കാർ സിയാറത്തിന് പോയിരുന്നു. അത് ഇവരുടെ കാഴ്ച ആരാധനയാണ്. എന്നിട്ട് കേട്ടോളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മുഹമ്മദ് അബ്ദുൽ വഹാബ് തന്റെ അധികാരം ഉപയോഗിച്ച് ആ ഖബർ പൊളിച്ചു മാറ്റി. പല സ്ഥലത്തും ഉണ്ടായിരുന്ന ഖബറുകളൊക്കെ എവിടെയും ചോദിച്ചാൽ അതൊക്കെ ഇവർ പൊളിച്ചു മാറ്റിയതാണ്. കേട്ടോളൂ. 600 പട്ടാളക്കാരായിട്ടുമാണ് അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. 600 പട്ടാളവുമായി കൊണ്ട് മുഹമ്മദ് അബ്ദുൽ വഹാബ് വന്ന് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബിയാൻ, ഷഹീദാൻ. ആ മഹാന്റെ ഖബറിന്റെ മുകളിലുള്ള ഖബർ കുബ്ബ അദ്ദേഹം പൊളിച്ചു നീക്കി. ഷെയ്ഖ് തന്നെയാണ് മഴുവെടുത്ത് വെട്ടി ഖബർ പൊളിച്ചു നീക്കിയത്. വേറെ ആരോ? നിങ്ങൾ 600 പട്ടാളക്കാർ നിങ്ങൾ കടന്നോളി, നമ്മളെന്നെ ചെയ്തോളാം. അഹംഭാവത്തിന്റെ ഊക്ക് നോക്ക് നിങ്ങൾ. എന്തൊക്കെ ചെയ്തു? ഇത് മാത്രമൊന്നുമല്ല. ഇനി ഇവരുടെ നേതാവ് പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ധാരാളം സംഭവങ്ങൾ പറയേണ്ട, ഒന്നും രണ്ടൊന്നുമല്ല. ഇവര് ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്ന് അക്കമിട്ട് പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ ചരിത്ര പാതയിലൂടെ 14 നൂറ്റാണ്ട് എന്ന് പറയുന്ന പുസ്തകം. അത് 1000 പേജുള്ള കട്ടിയുള്ള പുസ്തകത്ര കട്ടുണ്ട്. ഞാനത് കാസർഗോഡ് നിന്ന് ഏറ്റാള മടികൊണ്ട് മൊബൈൽ ഫോട്ടോ എടുത്തു കൊടുക്കുന്നതാണ്. ഇത് ഏറ്റിക്കൊണ്ടരണ്ടേ? മഹാന്മാരുടെ കിതാബാണ്. ഇത് കൊണ്ടുവരുമ്പോൾ കൂലിയും കിട്ടും. ഇതുകൊണ്ട് എന്തിട്ടാനാണ് ഇത് ഏറ്റിടന്നിട്ട്? ഞാനിതിലുള്ള ഉദ്ധരണികൾ വായിക്കാം. ഇത് നോക്കൂ നിങ്ങൾ, എന്തൊക്കെ ഇവർ ചെയ്തു കേട്ടോളൂ. മക്ക മദീന പള്ളികൾക്ക് സമീപം ഉയർത്തപ്പെട്ടിരുന്ന ഖബറുകൾ നിരപ്പാക്കി. മക്കത്തും മദീനത്തും ഖബറൊന്നും പൊന്തിക്കാത്ത എന്താ ചോദിച്ചാൽ മറുപടി, അതൊക്കെ ആര് നിരപ്പാക്കി? വഹാബികൾ നിരപ്പാക്കി. എവിടെ പറയുന്നു? ഇന്നും ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് കുട്ടശ്ശേരി പുസ്തകത്തിൽ പറയുന്നു. മുജാഹിദിന്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നു അതൊക്കെ നിരപ്പാക്കി. മാത്രമല്ല ഇനിയോ എന്തൊക്കെ അവർ ചെയ്തത്? മാത്രമല്ല ചെയ്തത് കേട്ടോളൂ. ജനങ്ങൾ പുണ്യസ്ഥലങ്ങളായി ഗണിച്ച് ആദരങ്ങൾ അർപ്പിക്കുന്ന സ്ഥലങ്ങളുടെ നേരെയെല്ലാം അവരുടെ കൈകൾ നീണ്ടു.
ജനങ്ങൾ ആദരിക്കുന്ന എല്ലാ സാധനങ്ങളും, എല്ലാ പരിശുദ്ധമായ മക്ബറകൾ എന്ന് മാത്രമല്ല, എന്തൊക്കെ ചരിത്ര സ്മാരകങ്ങളുണ്ടോ എല്ലാം വഹാബികൾ അടിച്ചു നിരപ്പാക്കി. അഭിമാനം പറയാ, ഇതൊരു ഖേദം പറയല്ല. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത വലിയ വലിയ മഹാന്മാരാണ്. കേട്ടോ, എന്തൊക്കെ ചെയ്ത് കേട്ടോളൂ, കഴിഞ്ഞിട്ടില്ല. ഖദീജ ബീവിയുടെ ഖബറിന്റെ മുകളിലുള്ള ഖുബ്ബ, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ മുകളിൽ കാണുന്ന ഖുബ്ബ, ആ ഖുബ്ബ തച്ചു തകർത്തു എന്ന് പറയുന്നത് ആരാ? മുജാഹിദ് പ്രസ്ഥാനം പറയുകയാണ്. ഞങ്ങൾ ചെയ്ത സേവനമാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനം വഹാബികൾ ചെയ്ത സേവനമാണ്. കഴിഞ്ഞില്ല, കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സ്ഥലത്തെ ഖുബ്ബ, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച സ്ഥലത്തിന് ഒരു പവിത്രത കൽപ്പിച്ചുകൊണ്ട് ഖുബ്ബയുണ്ടായിരുന്നു. അവിടെ ആ ഖുബ്ബയും ഒരു തച്ചു തകർക്കുകയാണ്. സമസ്തന്റെ മദ്രസയല്ല തകർക്കുന്നത്, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒന്നുകൂടി ഇറക്കനെ ചെല്ലട്ടെ, അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ ജനിച്ച സ്ഥലത്തുണ്ടായിരുന്ന ഖുബ്ബ, ആ ഖുബ്ബയും ഇവർ തച്ചു തകർത്തു. കഴിഞ്ഞില്ല, കേട്ടോളൂ. സഹാബി വര്യന്മാരുടെ പേരിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ആദരം അർപ്പിക്കുന്ന സ്മാരകങ്ങളെല്ലാം തട്ടി നിരപ്പാക്കി. എന്ത് ഏത് സമസ്തക്കാരായ ആലിമീങ്ങളല്ലേ പറയുന്നത്? അഭിമന്യരായ നമ്മുടെ സഹാബത്ത്, ആ സഹാബത്തിന്റെ ആദരവോടെ കണ്ടിരുന്നൊട്ടേറെ ചരിത്ര സ്മാരകങ്ങൾ സുബ്ഹാനല്ലാഹ് എല്ലാം തട്ടി നിരപ്പാക്കി. ആര് ചെയ്ത സേവനം? വഹാബികൾ ചെയ്ത സേവനം. എവിടെ പറയുന്നു? ഇവരുടെ പുസ്തകത്തിൽ പറയുന്നു. കഴിഞ്ഞില്ല, കേട്ടോളൂ. മാത്രമല്ല, മക്കയിലും പരിശുദ്ധമായ റസൂലിന്റെ വിശുദ്ധദേഹം മറവ് ചെയ്യപ്പെട്ട സ്ഥലത്തുമുള്ള ആഭരണങ്ങളും നിക്ഷേപങ്ങളുമെല്ലാം എടുത്തു കൊണ്ടുപോവുകയും ചെയ്തു. മക്കത്തും മദീനത്തും ഉണ്ടായിരുന്ന ഒട്ടേറെ ആളുകൾ അന്ന് നേർച്ചയായിട്ട് കൊണ്ടുവന്നിരുന്ന ആഭരണങ്ങൾ അതൊക്കെ കൊള്ളയടിച്ചു വഹാബികൾ. ഒക്കെ കൊള്ളയടിച്ചവരാണ് വഹാബികൾ. കഴിഞ്ഞില്ല, ഈ നടപടികളിൽ ജനങ്ങൾക്ക് കടുത്ത അമർഷവും സങ്കടവും ഉണ്ടാകും. സ്വാഭാവികമായിരുന്നു. ജനങ്ങൾക്ക് വല്ലാത്ത എതിർപ്പുണ്ടായി. പക്ഷെ മൂപ്പർക്കൊരു പ്രശ്നം ഉണ്ടായില്ല. കാരണം സ്വർണ്ണം അങ്ങനെ അടിച്ചൂടല്ലേ. എന്നിട്ട് ഇവരാണിപ്പോ സമാധാന പ്രേമികൾ. ഇവരാണിപ്പോ നല്ല പിള്ള ചമയുന്നത്. കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് സംഭവങ്ങൾ. എത്ര സംഭവങ്ങളാണ് ഇവരുടെ പുസ്തകത്തിൽ തന്നെ ഇവര് തന്നെ രേഖപ്പെടുത്താൻ സാധിക്കും. എത്ര കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. ഇവർ ചെയ്ത അക്രമങ്ങൾ, ഇവർ മക്കയിലും മദീനയിലും തന്നെ ചെയ്ത അക്രമങ്ങൾ ധാരാളമാണ്. ഒന്നോ രണ്ടോ ഒന്നുമല്ല, പറഞ്ഞാൽ തീരാത്ത അക്രമങ്ങൾ. അപ്പൊ പിന്നെ പറയും, അത് അവിടുത്തെ വഹാബികളല്ലേ, അത് നിലമ്പൂരത്തെ വഹാബികൾ പയച്ചതോ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളും ചെയ്തിക്കണോ? ആരോ നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന്? നിങ്ങൾക്ക് ഇവിടെ നടക്കാത്തോണ്ടാണ്. നിങ്ങൾ നടക്കാത്തോണ്ടാ. നടക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേതാ സാധനം? മുജാഹിദിന്റെ ജില്ലാ സമ്മേളന സുവനീറ. ഇതിൽ കാണാം വിഗ്രഹ ധ്വംസനം, ഒരു ഹെഡിങ്. ഇതിന്റെ 67-ാമത്തെ പേജിൽ പറയുന്നു വിഗ്രഹ ധ്വംസനം. എന്താ വിഗ്രഹ ധ്വംസം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാതിരിക്കേണ്ട. അവരെന്നെ പറയുന്നു അഥവാ ജാറം പൊളി. ഒരു മഹാന്റെ മക്ബറ പൊളിക്കുന്നതിനെ കുറിച്ച് അവർ പേരിട്ട പേരെന്താണ്? വിഗ്രഹ ധ്വംസനം. എവിടെ? കേട്ടോളൂ. വലിയ പള്ളിയുടെ ഒരു ചെരുവിൽ നിർമ്മിച്ചിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ തൗഹീദിന്റെ ആളുകൾ തീരുമാനിച്ചു. ഒരു വലിയ തൗഹീദിന്റെ ആൾക്കാരാണല്ലോ. വലിയ പള്ളിന്റെ ചെരുവിലുണ്ടായിരുന്ന ജാറം പൊളിച്ചു മാറ്റാൻ ഇവർ തീരുമാനിച്ചു. അലവി മൗലവിയുടെ നേതൃത്വത്തിലായിരുന്നു തീരുമാനം. വെള്ളിയാഴ്ച ഖുത്ബക്ക് ശേഷം പൊളിക്കാനായിരുന്നു തീരുമാനം. കേട്ടോ, അവർ പോയി. അലവി മൗലവിയുടെ നേതൃത്വത്തിൽ എടവണ്ണയിലെ മുജാഹിദുകൾ പോയിക്കൊണ്ട് ആ ജാറം പൊളിക്ക് നേതൃത്വം കൊടുത്തു. കേട്ടോളൂ. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബി വര്യന്മാരും ഉയർത്തപ്പെട്ട ജാറങ്ങൾ പൊളിച്ചു മാറ്റിയത് ഭരണാധികാരം ലഭിച്ച ശേഷവും നാട് ഫത്ഹായ ശേഷവുമായിരുന്നു. അള്ളാഹു റസൂൽ മക്കത്തും മദീനത്തുണ്ടായിരുന്ന ജാറങ്ങളൊക്കെ പൊളിച്ചു എന്നവർ പറയണത് വെറും കെട്ട് കഥ പറയട്ടെ, അങ്ങനത്തെ സംഭവമേ ഇല്ല. എന്നിട്ട് പറയാണ് അത് നബി എപ്പോഴാ ചെയ്തത്? മക്കം ഫത്തിഹിന്റെ ശേഷം. എന്നാ ഞങ്ങൾ അങ്ങനൊന്നല്ല. എന്നാൽ എടവണ്ണ ഫത്ഹാവുന്നതിന് മുമ്പാണ് ഈ ധീരത എടവണ്ണയിലെ മുജാഹിദുകൾ പ്രകടിപ്പിച്ചത്. ഞങ്ങൾ നബിയേക്കാൾ കുറച്ചൊരു ഉഷാറാണ്. എന്താ അവർ ചെയ്ത സേവനം? ജാറം പൊളിക്കാൻ. പിന്നെ ഇപ്പൊ എന്താ വാക്കുകളൊന്നും പൊളിക്കാത്ത വെച്ചാൽ നടക്കാൻ കഴിയാത്തോണ്ടാ.
മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പരിശുദ്ധമായ മക്ബറ തകർക്കാൻ ശ്രമിച്ചില്ലേ? എത്ര മക്ബറ പൊളിക്കാൻ ശ്രമം നടത്തി. അപ്പോൾ ഖവാരിജിയാക്കൾക്കുണ്ടായ അതേ സ്വഭാവമാണ് വഹാബികൾക്കുണ്ടായത്. വഹാബികൾക്കുണ്ടായ അതേ സ്വഭാവമാണ് കേരളത്തിലെ സലഫികൾക്കുണ്ടായത്. ഇനി കേട്ടോളൂ, അവിടെയും നിർത്തിയില്ല. നമ്മളെ കൊല്ലൽ നിർബന്ധമാണ് ഇവർ ലേഖനം പിടിക്കുന്നത്. കേട്ടോളൂ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് അറിഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് ഇതൊക്കെ പറയുമ്പോഴേക്ക് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്നും മുടക്കാൻ നോക്കണം. നോക്കൂ, 1981 അൽമനാറാന്റെ കയ്യിലുള്ളത് നിഷേധിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. എന്താ എഴുതുന്നത് കേട്ടോളൂ? ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. മമ്പറത്തേക്ക് വല്ലതും കൊടുത്ത ഫലം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു വിഡ്ഢിയാണ്, വഴിപിഴച്ചവനാണ്. അതൊക്കെ അവർ പറഞ്ഞോട്ടെ, അവർ ബോധ്യല്ലേ, കുഴപ്പമില്ല. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അമ്പലത്തേക്ക് വല്ല നേർച്ച ചെയ്താലോ എല്ലാം കിട്ടുന്നതൊക്കെ വിശ്വസിക്കുന്നവൻ മുശ്രിക്കായിരിക്കും. എന്താ ഈ മുശ്രിക്ക് പറഞ്ഞാൽ മുരിക്ക് പോലെ സാധനമല്ല. എന്താ ഈ മുശ്രിക്ക് പറഞ്ഞാല്? മുശ്രിക്ക് പറഞ്ഞാൽ ബഹുദൈവവിശ്വാസി, പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അത്രയും നമ്മൾ. എന്നിട്ട് കേട്ടോളൂ, അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഖവാരിജിയത്തിന്റെ തനിപ്പകർപ്പ് വഹാബിസം, വഹാബിസത്തിന്റെ തനിപ്പകർപ്പ് കേരള സലഫിസം. ശരിക്കാൻ കഴിയോ? ഇത് അൽമനാറാണ്. ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ടുള്ളൂ, അല്ലെന്നും അതല്ലാത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ ഇവരെ രേഖകളല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇവരെ പുസ്തകങ്ങളിലുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. നിഷേധിക്കാൻ കഴിയും. ഇതൊക്കെ ഇവർ ചെയ്തു കൂട്ടിയ കുത്തുകളല്ലേ. എത്ര വേദനയുണ്ട് നമുക്കിത് പറയുന്നത് തന്നെ. എത്ര വേദനയുണ്ട്. ഇത് പറയേണ്ടതല്ലേ നമ്മൾ? ഇത് പറയാൻ നമ്മുടെ ബാധ്യതയല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ലോകത്ത് കഴിഞ്ഞുപോയ ഖവാരിജിയാക്കൾ അതേ പകർപ്പാണ് വഹാബിസം. വഹാബിസത്തിന്റെ തനി പകർപ്പാണ് കേരള സലഫിസം. എന്നിട്ടോ ഇനി ഇത് നമ്മൾ മാത്രം പറയില്ല, ഇവരെ കുറിച്ച് ഇവരെന്നെ ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെന്തിനാ പറയുന്നത്? ഇവരെന്നെ പറയുന്നുണ്ട്. നമ്മളെ കുറിച്ച് എത്ര കാഫറാന്ന് പറഞ്ഞ ആളുകളാ. ഇപ്പതാ പുതിയ ഇസ്രായേലിലേക്ക് എന്തൊക്കെ പറയണം നമ്മളെ കുറിച്ച് അറിയാം. നമ്മളെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല, ഇതിൽ പറയാ. നമ്മളടുത്ത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ് കല്യാണത്തിനൊക്കെ വരാൻ പറ്റുമോ? നമ്മളടുത്ത് തിന്നാൻ പാടില്ല. സുന്നികളായ കുട്ടികളെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇനി ഇവിടുന്ന് പെണ്ണിട്ട അപ്പൊ കെട്ടിയൊക്കെ എന്താ ചെയ്യാ? അപ്പൊ കെട്ടിയത് പറയണ്ടാവുമല്ലോ, അതൊക്കെ എന്താ ചെയ്യാ? ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ടോ എന്നാ ഇവര് നല്ലവരാണോ? നമുക്ക് ഇവർക്കും കൂടാൻ പറ്റില്ല. ഇപ്പൊ ഇവരെന്നെ തുറന്നെഴുതിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ ദമ്മാജിലേക്ക് എത്താൻ പോകുന്നത്. എന്താ തുറന്നെഴുതിയിരിക്കുന്നത്? ഇസ്ലാഹ് മാസിക പറയാണ്, കേരളത്തിലെ നിലവിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഇവർ പറയാണ്, അഹ്ലുസുന്നയുടെ അവകാശം തങ്ങൾക്കാണെന്ന് സ്ഥാപിക്കാൻ പാടുപെടുന്ന മറ്റൊരു കൂട്ടരുണ്ട് കേരളത്തിൽ, മുജാഹിദ് സംഘടനക്കാർ. ഏതാ പുസ്തകം? സത്യധാരല്ല, സുന്നി അഫ്കാറും അല്ല. ഏതാ പുസ്തകം? നമ്മളൊന്ന് പറയും. ഏതാ പുസ്തകം? പറയും. ഇസ്ലാഹ്. ഇത് പണ്ടേ നമ്മൾ പറഞ്ഞത് ഇഫ്സാദാണ് സാധനം. ഇസ്ലാഹിൽ പറയാണ്, ഞങ്ങളാണ് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്ത് അവകാശവാദം ഉന്നയിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ, മുജാഹിദുകൾ. എന്ന് കേട്ടോളൂ. ഇവര് പറയാണ്, വിവിധ വിഭാഗങ്ങളായി പൊട്ടിപ്പിടന്നുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ ഒരു ഗതി വരാനുള്ള കാരണം, ഞങ്ങളാണ് സുന്നത്തെ ജമാഅത്താന്ന് അങ്ങനെ വാദിക്കാനുള്ള കാരണം, സലഫികളെന്ന് അവകാശപ്പെടുന്നവർ സലഫിയത്തിനെയും സലഫി മൻഹജിനെയും പരിഹസിക്കുകയും സലഫി ഉലമാക്കളെ ലോകം തിരിയാത്തവരായി മുദ്രവെക്കുകയും ചെയ്ത് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകിയത് കൊണ്ടാണ് ഇവർ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ അല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅ അല്ല. പിന്നെ ഇവരാരാണ്? കേട്ടോളൂ, ഇങ്ങനെ ഒരുപാട് വായിക്കാണ്ട്. പിന്നെ ഇവരാരാണ്? മുഅ്തസിലികളുടെ യുക്തിവാദ നിലപാടുകളാണ് കേരളത്തിലെ എല്ലാ മുജാഹിദ് ഗ്രൂപ്പുകളെയും. അത് ജിന്നൂരി ആയാലും വേണ്ടില്ല, ഇൻസൂരി ആയാലും വേണ്ടില്ല, മടവൂരി ആയാലും വേണ്ടില്ല, ഇരുവേറ്റി ആയാലും വേണ്ടില്ല. ഇനി ബാക്കി ഇങ്ങോട്ടേ പോട്ടെ, കാരണം ഒക്കെപ്പാട് എണ്ണി പറയാൻ സമയമില്ല. എത്ര ഗ്രൂപ്പ് അറിയങ്ങള്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഉപഗ്രൂപ്പ്. ജിന്നന്റെ കിസ്മാനി, ഒന്ന് വിസ്ഡം, ഒന്ന് വേറെ. അതിൽ തന്നെ ഉഗ്ര ഗ്രൂപ്പ്. പടച്ച റബ്ബേ, ഇത് എവിടേക്കായി പോക്കറിയില്ല. എന്നിട്ട് ഇവര് പറയാണ്, എല്ലാ മുജാഹിദും അവരൊക്കെ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയ ഖവാരിജിയാക്കളുടെ, അല്ല അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളുടെ
പാരമ്പര്യം പിൻപറ്റുന്നവരാണ്. ഇതൊക്കെ പണ്ട് നമ്മൾ ഉസ്താദ് പ്രസംഗിച്ച കാര്യമാണ്. വഹാബികൾ ഖവാരിജാക്കളെ പകർപ്പാണ്, മുഅ്തസിലിയാക്കളെ പകർപ്പാണെന്ന് പണ്ട് നമ്മുടെ ഉസ്താദ്മാർ പറഞ്ഞു. ഇപ്പൊ മുജാഹിദിനെ കുറിച്ച് പറയാ, ഇവരൊന്നും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅല്ല, സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗമല്ല. പിന്നെയോ മുഅ്തസിലിയാക്കളെ തന്നെ പകർപ്പാണ്. ഇനി സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗം ആരാ? അത് കുറച്ച് ആൾക്കാർ. അവരാരാ? അവരാണ് ദമ്മാജിലേക്ക് ഹിജ്റ പോയ ആൾക്കാർ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, കേരളത്തിൽ നിന്ന് സ്വർഗത്ത് കുറച്ച് ആൾക്കാർ, ഇവിടെ നിലമ്പൂരിൽ അത്തിക്കാട്ടിൽ കുറച്ച് ആൾക്കാർ, വലപ്പോ കാണാനില്ല, വലൊക്കെ സ്വർഗത്തിൽ എത്തിയുണ്ട്. കുറച്ച് ആൾക്കാർ. ഒരു തുറന്നെഴുതി നോക്കി നിങ്ങൾ. എല്ലാ കക്ഷിത്വങ്ങളെയും ഒഴിഞ്ഞ് ഇസ്ലാമിന്റെ ശരിയായ ഇൽമും ആ ഇൽമിന്റെ ശരിയായ പാരമ്പര്യം അന്വേഷിച്ചുകൊണ്ട് ഒരു കൊച്ചു സംഘം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇവിടെ കുറച്ച്, ഞാൻ ജോലി ചെയ്യുന്ന കാസർഗോഡ് പടന്നയിൽ കുറച്ച് ആൾക്കാർ, പിന്നെ പാലക്കാട് 2 ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാരെ വരും. ഇവർ മാത്രമാണ് യഥാർത്ഥത്തിൽ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് സ്വർഗത്ത് പുണയും. ഇവരൊക്കെ ഈ വിപ്ലവത്തിന് വേണ്ടി ഇവരെവിടേക്ക് പോയിരിക്കുകയാണ്? യമനിലെ ദമ്മാജിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ ആരോപിക്കില്ല, ഇതൊന്നും നമ്മൾ ആരോപിച്ചെന്ന് പറയണ്ട. ഇവരുടെ പുസ്തകത്തിലുള്ളത് നമ്മൾ ഉദ്ധരിക്കുക മാത്രം നമ്മൾ ചെയ്യുന്നത്, നമ്മളൊന്നും ആരോപിക്കുന്നില്ല. ഇവരുടെ പുസ്തകത്തിലുള്ളത് നമ്മൾ ഉദ്ധരിക്കുക. യമനിലേക്ക് ഹിജ്റ പോയ ആളുകൾ. എന്നിട്ട് ഇവർ പറയാണ്, അങ്ങനെ കുറെ ആളുകൾ പോയെന്ന് മാത്രമല്ല, പോയത് കൊണ്ട് അവർക്ക് വൈജ്ഞാനിക രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്. അവരെ എതിർക്കുന്നത് ആരാ? കേരളത്തിലെ മുജാഹിദുകൾ എതിർക്കുന്നുണ്ട്. പിന്നെയോ പ്രബോധനം, വിചിന്തനം, ഷബാബ് തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളൊക്കെ എതിർക്കുന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരിൽ എന്തിനാ സുന്നികളൊക്കെ പട സലഫികൾ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് പറയുന്നത്? ഇത് പറയേണ്ടത് നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി ദമ്മാജിലേക്ക് പോയവർ അവരെന്താ സാധനം? അതുമുള്ള നമ്മൾ അറിയാം. ഈ ദമ്മാജിലേക്ക് പോയി എന്ന് പറഞ്ഞു. എന്താണ് ഈ ദമ്മാജ്? ആരാണ് അവിടെ ഇതിന്റെ ആള്? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആരാണ് ഇതിന്റെ ആള്? ഇത് ഈ ദമ്മാജി എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഷെയ്ഖ് മുഖ്ബിൽ എന്നാണ് അദ്ദേഹത്തെ ഒരു പരിചയപ്പെടുന്നത്. ഷെയ്ഖ് മുഖ്ബിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പോ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാ അദ്ദേഹം ആരാ? അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ദമ്മാജിലെ സലഫികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഷെയ്ഖ് മുഖ്ബിലാരാ? നമ്മളൊന്നും പറയണ്ട, നമ്മൾ ഇവരെ കുറിച്ച് ഒന്നും ആരോപിക്കണ്ട. ചന്ദ്രിക ദിനപത്രം പറയട്ടെ. നമ്മൾ എന്തെങ്കിലും ആരോപിച്ചുകൊണ്ട് നാളെ പ്രശ്നം ഉണ്ടാവണ്ട. നമ്മൾ ഇവരെ കുറിച്ച് ഒന്നും ആരോപിക്കുന്നില്ല. ചന്ദ്രിക ദിനപത്രത്തിലും അതോടൊപ്പം തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറ്റൊരു വിഭാഗത്തിന്റെ മുഖപത്രമായ വിചിന്തനത്തിലും തുറന്നു പറയുകയാണ്, ഈ ഷെയ്ഖ് മുഖ്ബിൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഹറം ആക്രമിക്കാൻ പ്ലാനിട്ട ആളാണ്. എവിടെ? ഇസ്ലാമിസ്റ്റിന്റെ ആക്രമിക്കാനല്ല, നമ്മുടെ നിലമ്പൂരിലെ മർക്കസ് ആക്രമിക്കാനല്ല. പിന്നെ ഇയാളെ മനസ്സോടി എവിടെ ആക്രമിക്കാനാണ്? പരിശുദ്ധമായ ഹറം ആക്രമിക്കാൻ പ്ലാനിട്ട ആളാണ്. അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. ആരാ പറയുന്നത്? നമ്മളല്ല. നമ്മൾ ഷെയ്ഖ് മുഖ്ബിലിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ കേരളത്തിൽ നിന്ന് കാണാതെയായ ആളുകൾ പോയത് ദമ്മാജിലേക്കാണെങ്കിൽ ആ ദമ്മാജ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷെയ്ഖ് മുഖ്ബിലിനെ കുറിച്ച് ചന്ദ്രിക ദിനപത്രത്തിൽ ലേഖനം വന്നു. ആരാ ലേഖനം എഴുതിയത്? മുജാഹിദ് പ്രസ്ഥാനം. പിന്നെ എവിടെയും ലേഖനം വന്നു? വിചിന്തനത്തിൽ ലേഖനം വന്നു. രണ്ടിലും പറയുന്നു, ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത ഷെയ്ഖ് മുഖ്ബിൽ എന്ന് പറയുന്ന ആള്, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഷെയ്ഖ് മുഖ്ബിൽ എന്ന് പറയുന്ന ആള് ഹറം ആക്രമിക്കാൻ പ്ലാനിട്ട ആളാണ്. അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ്. ഇത്തരം ഗൗരവങ്ങൾ ആലോചിച്ച് നിസ്സാര വിഷയമാണ് ഇതൊക്കെ. അയാളടുത്താണ് ഇൽമുനായിട്ട് ഇവിടുന്ന് ആൾക്കാർ പോണത്. എവിടേക്ക് എന്താ പറഞ്ഞറിയോ? ഇവിടുത്തെ തൗഹീദൊന്നും ശരിയല്ല, ഇവിടുത്തെ ഇബാദത്തൊന്നും ശരിയല്ല. അതിന് കാരണം പറയുന്നത് അറിയോ? നേരത്തെ ബഹുമാനപ്പെട്ട MT സാർ സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ വിദഅത്താണ്. ഇതൊക്കെ വിദഅത്താണ്. എന്താ അവർ പറയണത്? റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ള ജീവിച്ചത് ആടിനെ മേയിച്ചിട്ടാണ്. അതുകൊണ്ട് യമനിൽ പോയിട്ട് ദമ്മാജിലൊരു വലിയ തോട്ടുണ്ട്, അവിടെ ആട് മേയിച്ച് ജീവിക്കുക. ഇവിടെയും കുറച്ച് ആടൊക്കെ മേയിച്ച് നോക്കി. എങ്ങനെ അവർ ദമ്മാജിക്ക് പോയത്? ഫ്ലൈറ്റില്. അല്ലാഹുവിന്റെ റസൂൽ എത്ര ഫ്ലൈറ്റിൽ കയറിക്കണ്? എയർലൈൻസിൽ കയറിയത്? ജെറ്റ് എയർവേയിലെ കയറിയത്? അത് എയർ ഇന്ത്യയിലെ കയറിയത്? അല്ല, അത് ചോദിക്കരുത്. ഇവർക്ക് എന്ത് ചെയ്യാം? അത് ഇവരുടെ സ്വഭാവമാണല്ലോ. എന്ത് ചെയ്യുമ്പോഴും ഇപ്പൊ നബിദിനം ആഘോഷിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പൊ ഈ ഓണോ മുജാഹിദ് നന്നായിട്ട് ആഘോഷിച്ചു. അത് ബുഖാരിയുടെ 35-ാമത്തെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഓണാഘോഷിച്ച്. ഏത് ഹദീസാണോ അത്? ഇവർക്ക് എങ്ങനെയാണല്ലോ, ഇവർക്ക് എന്തും ചെയ്യാം. അതിന് ഹദീസും പ്രശ്നമില്ല, ആയത്തും പ്രശ്നമില്ല. അത് ഞാൻ പറഞ്ഞല്ലോ. അതും തന്നെ
ഇതൊക്കെ വഹാബിസത്തിന്റെ തനിപ്പകർപ്പാണ്. ഞാൻ വായിക്കാം. മുഹമ്മദ് കൊട്ടശ്ശേരി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വഹാബികളുടെ പഴയകാല പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയാണ്, അവർ പഴയ കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരായിരുന്നു. ഏതിനൊക്കെ എതിരായിരുന്നു? ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനോട്. ഇതൊക്കെ ഞാൻ വായിക്കാം. വഹാബി പ്രസ്ഥാനം എതിർത്ത കാര്യങ്ങൾ. ഇബ്ൻ അബ്ദുൽ വഹാബിന്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് എല്ലാ പുതിയതിന്റെ നേരെയും കടുംപിടുത്തം കാണിക്കുന്നവരായിരുന്നു. മുഹമ്മദ് വഹാബിന്റെ ആളുകൾ എല്ലാ പുതിയ ആശയങ്ങളും പാടുള്ള പക്ഷക്കാരല്ല. എന്തൊക്കെ? ടെലിഗ്രാഫ്. അന്ന് മൊബൈലില്ലട്ടോ, അന്നുള്ള ടെലിഗ്രാഫാണ്. അത് ബിദ്അത്ത്. ടെലിഗ്രാഫ് ഉപയോഗിക്കൽ ബിദ്അത്ത്. പിന്നെയോ കമ്പിയില്ല കമ്പി, ബിദ്അത്ത്. പിന്നെയോ മോട്ടോർ വാഹനങ്ങൾ, ബിദ്അത്ത്. വണ്ടികളെല്ലാം മതം തൃപ്തിപ്പെടാത്ത ബിദ്അത്താണ്. പിന്നാർ. അപ്പൊ ദമ്മാജിക്ക് പോയൊരു ഫ്ലൈറ്റ് കയറുന്നതോടുകൂടെ പിന്നാർ. ഇനി ഞാൻ അവിടെ പോയിട്ട് ആദ്യം തൗഹീദിലേക്ക് വരണം. ആലോചിച്ച് കട്ടകാലം. ഇതിവരെ പുസ്തകത്തിലാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ വാദമൊന്നുമല്ല, പണ്ടേ ഇവർക്കുള്ളൊരു വാദമാണ്. ഏത്? ജീവിതത്തിന്റെ എല്ലാ മേഖലയും പുതിയ സമ്പ്രദായത്തിനോട് സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ ബിദ്അത്താണ്. നേരത്തെ ബഹുമാന എം ടി അബൂഖർദാരിമി ആ കാര്യം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ദമ്മാജ് സലഫികൾ, ഇവർ നോക്കൂ നിങ്ങൾ, ഇവരെ കുറിച്ച്, ഇവർക്ക് നേതൃത്വം നൽകുന്നവരെ കുറിച്ച് ഇവരുടെ വിചിന്തനത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ചന്ദ്രിക ദിനപത്രത്തിൽ പറയുന്നു, നേതൃത്വം കൊടുത്തവർ ഹറം ആക്രമിക്കാൻ പ്ലാനിട്ടവരാണ്. മാത്രമല്ല ഇപ്പതാ TP അബ്ദുള്ള കോയ മദനി മാതൃഭൂമി പത്രത്തിൽ ലേഖനം എഴുതി. എന്താ ലേഖനം? പണ്ടൊക്കെ ഇവർ അനങ്ങി എന്താ പറയാ, മക്കത്തുണ്ടോ, മദീനത്തുണ്ടോ, ഗൾഫിലുണ്ടോ, സൗദിയിലുണ്ടോ, റിയാദിലുണ്ടോ, യുഎയിലുണ്ടോ, അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, അറബികളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. എന്ത് ചെയ്താലും. ഇപ്പൊ കരന്ന് കേട്ടോളൂ, അറബികൾ അവരുടെ നാട്ടാചാരത്തിന്റെ ഭാഗമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് മതച്ഛായ നൽകി സലഫിസമായി കേരളീയ പക്ഷാചാരത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധവംഗത്വമാണ്. അറബികൾക്ക് ചെയ്തൊക്കെ ദീനാന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ചെയ്യാൻ തുടങ്ങുന്നത് ശുദ്ധവംഗത്വമാണ്. ആരാ പറയുന്നത്? TP അബ്ദുൽ ഖാദിർ. TP അബ്ദുൽ ഖാദിർ പറയണ പഴമയിലേക്ക് നമ്മൾ മടങ്ങണം. ഇതല്ലേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ, ഇതല്ലേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ ഇവര് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കിയ എന്താ? സമസ്തന്റെ ഒരു പ്രസ്താവനയെ കുറിച്ചാണ്. സമസ്തന്റെ ഒരു പ്രസ്താവന ഈ ഇവരുടെ കുറച്ച് ആളുകളെ കാണാതായപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തന്റെ ഒരു പ്രസ്താവന വന്നു. എന്താ സമസ്തന്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത്? ഖുർആനും സുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ അണികൾക്ക് അനുവാദം നൽകിയതാണ് മുജാഹിദ് പ്രവർത്തകർ തീവ്രവാദത്തിലേക്ക് വഴിതെറ്റാൻ കാരണമായതെന്നും ഈ നിലപാട് മുജാഹിദ് പ്രസ്ഥാനം പുനഃപരിശോധിക്കണമെന്നും സമസ്ത പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. എന്താ സമസ്ത ആവശ്യപ്പെട്ടത്? മുജാഹിദ് പ്രസ്ഥാനം തീവ്രവാദത്തിലേക്ക് പോകാനുള്ള കാരണം സ്വന്തമായിട്ട് ഗവേഷണം ചെയ്ത. അങ്ങനെയാണല്ലോ ഇവരൊക്കെ സ്വന്തം ഗവേഷണമാണ്. സ്വന്തം ഗവേഷണത്തിന് വിരുദ്ധമായ ഒരൊറ്റ തള്ള. ഞാൻ ഒരു ദിവസം മണ്ണാർക്കാട് നിൽക്കുമ്പോൾ ഒരു മുജാഹിദ് പ്രവർത്തകൻ്റെ അടുത്ത് വന്നിട്ട് നോട്ടീസ് ഉണ്ട്. അപ്പോൾ അവരെ പരിപാടി ഉണ്ട്, അതിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾ ഏതാ ഗ്രൂപ്പ് വെച്ചു? മടവൂരി വിഭാഗമാണ്. കുറച്ച് സ്ട്രോങ്ങാ, മടവൂരി വിഭാഗമാണ്. അവ സിഹറൊന്നും ഇല്ലാണ്ട് ഞാൻ സിഹറൊന്നുമില്ല കണ്ണറ് സിഹറൊന്നുമില്ല. അല്ല, ബുഖാരിയിൽ സിഹറിന് സംഭവിച്ചു. അത് ബുഖാരിക്ക് തെറ്റുപറ്റിയത്. ഈ കുട്ടി പറയണേ, ഒരു 19 വയസ്സുണ്ടാവും, പറയണേ ബുഖാരിക്ക് തെറ്റുപറ്റിയത്. അല്ല, ഞാൻ ബുഖാരി നീ ഓതിയിട്ടുണ്ടോ? ഇല്ല, ബുഖാരി ഓതിയിട്ടൊന്നുമില്ല. അവൻ വരെ ബുഖാരിക്ക് തെറ്റുപറ്റി. എവിടേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? ഇതേ സമസ്ത പറഞ്ഞിട്ടുള്ളൂ, ഈ സ്വന്തമായിട്ടുള്ള ഗവേഷണം അനുവദിച്ചുകൂടാ, ഈ സ്വന്തമായിട്ടുള്ള ഇജ്തിഹാദ് അനുവദിച്ചുകൂടാ, ഇത് നിർത്തലാക്കണമെന്നല്ലേ സമസ്ത കേരള മിത്രം പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ ഇതാ അന്ന് സമസ്തത് പറഞ്ഞപ്പോ തിരിയാത്ത ആളുകൾ ഇപ്പതാ മാതൃഭൂമി പത്രത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നു. TP അബ്ദുള്ള കോയ മദനി എന്താ ലേഖനം എഴുതിയത്? സ്വന്തമായിട്ട് ഗവേഷണം ചെയ്തതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. അറബികൾ അങ്ങനെ കണ്ടിട്ട് അറബികൾ ചെയ്യുന്നൊപ്പിച്ചുകൊണ്ട് ദീൻ ഒപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇന്ന് സലഫികൾക്ക് പറ്റിയ ഏറ്റവും വലിയ ശുദ്ധവംഗത്വം എന്നാണ് TP അബ്ദുള്ള കോയ മദനി എഴുതിയത്. ഇത് TP എഴുതിയെന്ന് മാത്രമല്ല, TP ഒരു ഗ്രൂപ്പിന്റെ നേതാവാണ്. ഇതിനെ സ്വാഗതം ചെയ്തു ആര്? ഹുസൈൻ മടവൂര്. ഷബാബിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ലേഖനം എഴുതി. TP പറഞ്ഞതാണ് ക്ലിയർ. പിന്നെ ആദ്യം തന്നെ പറഞ്ഞൂടെ സമസ്ത പറഞ്ഞതാ ശരിയെന്ന്? പ്രശ്നം കഴിഞ്ഞു. ഇതല്ലേ നമ്മൾ പറയുന്നുള്ളൂ, ഇതിന്റെ അപ്പുറം ഒന്നും പറഞ്ഞു ഒക്കെ അങ്ങനെ നോക്കി. നിങ്ങൾ പലർക്കും സമസ്ത പറഞ്ഞത് തിരിയാൻ 25 കൊല്ലം കഴിയേണ്ടി വരും. എന്താ ചെയ്യാ? ചില ആൾക്കാർ ഇവരൊപ്പം ഇരിക്കാൻ പാടില്ല.
25 കൊല്ലം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ എന്താ ബോഡി ഗാർഡായിട്ട് ഇരിക്കണം ഓരോരുത്തർ. 25 കൊല്ലം കഴിയണം ഓരോരുത്തർക്ക് ഇതൊക്കെ തിരിയാൻ. എന്താ ചെയ്യതിനൊക്കെ? എന്നാ അവര് തിരിഞ്ഞാമക്കം തിരിച്ചു പോന്നൂടെ? പിന്നെ നടക്കണം. തിരിഞ്ഞ സ്ഥിതിക്ക് പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, തിരിച്ചു പോന്നൂടെ? അതല്ലേ നല്ലത്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഖവാരിജ്യത്തിന്റെ തനി പകർപ്പാണ്. ഇവർ പോലും സമ്മതിക്കേണ്ടത്. ഇനി നിങ്ങൾ IS-ലേക്ക് തിരിച്ചു വരാം. IS, ദാഇഷ് എന്നാണ് ഇതിന് അറബിയിൽ പറയുക. IS എന്താ സാധനം? ഇത് ഇസ്ലാം മാസിക. നമ്മളൊന്നും പറയരുത് കേട്ടോ. ഇസ്തിഖാമകളൊന്നും പറഞ്ഞിട്ടില്ല, എസ്കേസുകളൊന്നും പറഞ്ഞിട്ടില്ല. ഇവരുടെ പുസ്തകം ഉദ്ധരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. IS എന്താ സാധനം? ഇവരുടെ പുസ്തകത്തിൽ പറയുന്നു IS അത് ഖവാരിജ്യത്തിന്റെ തനി പകർപ്പാണ്. ഈ ചേരുമ്പോൾ ചേർത്താൽ മതി. നമ്മളൊന്നും പറയുന്നില്ല, നമ്മൾ പറയില്ല. എന്താ നോക്കൂ നിങ്ങൾ, ഖവാരിജ്യത്തിനുണ്ടായ എല്ലാ ഗുണങ്ങളും ഉള്ളവരാണ് ആര്? IS എന്ന് നമ്മളെല്ലാം രേഖപ്പെടുന്നത്. ഇസ്ലാഹ് മാസികയിൽ പറയാണ് IS ഖവാരിജ്യത്തിനുണ്ടായ എല്ലാ സ്വഭാവങ്ങളും IS-ലുമുണ്ട്. എന്തൊക്കെ കേട്ടോളൂ നിങ്ങൾ, എന്തൊക്കെ അവരുടെ സ്വഭാവങ്ങളൊന്ന്? ലോക മുസ്ലിമീങ്ങളെ കാഫറാക്കുക. ഖവാരിജിന്റെ സ്വഭാവം ലോക മുസ്ലിങ്ങളെ കാഫറാക്കുക. ആ പണി ആരും ചെയ്യുന്നു? IS-ഉം ചെയ്യുന്നു. IS എന്താ ചെയ്തത്? IS നോക്കി നിങ്ങൾ, എവിടെ അവർ ബോംബിട്ടത്? എവിടൊക്കെയാണ് അവർ ബോംബിട്ട് നോക്കുന്നത്? സയ്യിദുനാ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തകർക്കാൻ അവർ ശ്രമം നടത്തിയില്ലേ? ഇമാം നബവി റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? നബി ഇമാമിന്റെ കാലഘട്ടത്തിൽ IS ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് IS-കാർ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ തകർക്കാൻ ശ്രമിച്ചത്? ഒട്ടേറെ സ്വാലിഹീങ്ങളെ ഖബർ തകർക്കാൻ ശ്രമിച്ചെന്ന് മാത്രമല്ല, അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യ മദീനയിൽ പോലും സ്ഫോടനം നടത്തിയില്ലേ? പുണ്യ മദീന ഏതൊരു മുസ്ലിമിന്റെയും മനസ്സ് പൊട്ടുന്ന രംഗമല്ലേ മദീന. ഹജ്ജിന് പോയവർക്കല്ലേ, ഹജ്ജ് കഴിഞ്ഞ് മദീനത്തേക്ക് പോകുമ്പോ ദൂരെ ദിക്കിൽ നിന്ന് മദീനയിലേക്ക് എത്താനാകുമ്പോ മദീന പള്ളിയുടെ മിനാരങ്ങൾ ഇങ്ങനെ കാണുമ്പോ ആ മിനാരങ്ങൾക്കിടയിലൂടെ ആ പച്ചക്കുബ്ബം ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ അറിയാതെ കരഞ്ഞു പോകില്ലേ? കണ്ണിലൂടെ വെള്ളമൊഴുകി പോകാറില്ലേ? അറിയാതെ ചൊല്ലിപ്പോകാറില്ലേ? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മുസ്ലിമിന്റെ മനസ്സിലൂടെ ആ പുണ്യനബിയോടുള്ള സ്നേഹം വരാറില്ലേ? അവിടെ പോയവർക്കറിയില്ലേ? ആ റൗദയിലേക്ക് ചെല്ലുമ്പോ ആരെ മനസ്സാ പ്രിയപ്പെട്ടവരെ പൊട്ടാത്തത്? ആ കുബ്ബ കാണുമ്പോ ആരുടെ മനസ്സാ വിതുമ്പിപ്പോവാത്തത്? ആരുടെ മനസ്സിലാണ് ആ പുണ്യനബിയോടുള്ള ഇഷ്ടം വരാത്തത്? അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകാറില്ലേ? പുണ്യനബിയോടറിയാതെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് മദീനയിൽ ചെല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആന്മാരൊക്കെ കൊതിച്ചതല്ലേ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴും ദുആ ചെയ്യുന്ന ദുആ ഉണ്ട്, അല്ലാഹുവേ ഉർസുഖ്നി ഷഹാദ ഫീ ബലദി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എപ്പോൾ മരിക്കേണ്ടി വന്നാലും മദീനത്ത് മരിക്കാൻ ഭാഗ്യം നൽകണേ എന്ന് ആരാ ദുആ ചെയ്യുന്നത്? മക്കയിൽ ജനിച്ച മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ ദുആ എന്താ? എപ്പോൾ മരിക്കേണ്ടി വന്നാലും അല്ലാഹ് മദീനത്ത് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മദീനത്ത് മരിക്കാൻ കൊതിക്കുന്നവർ, മദീനയിലെ മണ്ണ് പോലും പുണ്യമില്ലേ? മദീനയിലെ മണ്ണ് പോലും ശിഫയല്ലേ? എത്ര പുണ്യമുള്ളതാണ് ആ മദീനയ്ക്കും ആ മദീന പള്ളിക്കും എത്ര പവിത്രതയാണ്, ആ കുബ്ബക്കും പുണ്യനബിക്കും എത്ര പവിത്രതയാണ്. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയമായപ്പോ തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞില്ല, അബ്ദുല്ലാ ഇൻതലികില ഉമ്മുൽ മുഅ്മിനീൻ, അബ്ദുല്ലാ നീ ആയിഷാ ബിവിന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലണം, ആയിഷാ ബിവിയോട് എന്റെ ഒരു സലാം പറയണം അബ്ദുല്ലാ. എന്നിട്ട് നീ അബ്ദുല്ലാ ആയിഷാ ബിവിയോട് ലാ തഖുൽ അമീറുൽ മുഅ്മിനീൻ, എന്നെ കുറിച്ച് അമീറുൽ മുഅ്മിനീൻ എന്നൊന്നും പറയരുത്, ഉമർ പറഞ്ഞയച്ചതാണെന്ന് പറയണം. യസ്തഅദിനു ഉമർ ഇബ്നുൽ ഖത്താബ്,
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തിരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ മരണത്തിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് തന്റെ മോനോട് പറഞ്ഞേക്കുകയാണ്, മോനെ ഒന്ന് ചെല്ലു ആയിഷ ബീവിയോടൊന്ന് പറയുമോനെ, ഉമ്മ എന്റെ ഉപ്പ വല്ലാത്ത വിഷമത്തിനാണ്, മരണത്തിന്റെ വെപ്രാളത്തിനാണ്. ഉപ്പാക്കൊരാഗ്രഹമുണ്ട്. എന്താ ഉപ്പാന്റെ ആഗ്രഹം? മുത്തുനബിന്റെ അടുത്തുനിന്ന് കിടക്കാൻ ആഗ്രഹമുണ്ട്, അവിടെ കിടക്കാൻ ആഗ്രഹമുണ്ട്, അവിടെ മറവ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവിടെ ഒരു ഖബറിനുള്ള സ്ഥലമേ ഇനിയുള്ളൂ, അത് ആയിഷ ബീവിയുടെ അധീനത്തിലാണുള്ളത്. അതുകൊണ്ട് അവിടെ ഒന്ന് മറവ് ചെയ്യാൻ ഉമ്മയോടൊന്ന് സമ്മതം ചോദിക്കാൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയുടെ അടുക്കലേക്ക് പറഞ്ഞേക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജന്നത്തുൽ ബഖീ അപ്പുറത്തല്ലേ? ജന്നത്തുൽ ബഖീന് എത്ര പവിത്രതയുണ്ട്, അവിടെ മറവ് ചെയ്യപ്പെട്ടവർക്ക് എത്ര കൂലിയുണ്ട്. പക്ഷേ ആ ജന്നത്തുൽ ബഖീ അവിടെ ഉണ്ടായിട്ടും സയ്യിദുനാ ഉമർ ആഗ്രഹിക്കുന്നത് എന്താ? എന്റെ ഹബീബിന്റെ കൂടെയൊന്ന് കിടക്കണം, മഹാനായ മുത്തുനബിന്റെ കൂടെയൊന്ന് കിടക്കണം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കിടക്കണം. ഈ ആഗ്രഹത്തോടുകൂടെ തന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയെ പറഞ്ഞേക്കുമ്പോ അബ്ദുല്ലാഹി തങ്ങൾ ചെല്ലുന്നു, ആയിഷ ബീവിയോട് സലാം പറയുന്നു. ആയിഷ ഉമ്മയോട് പറയുന്നു, മഹാ എന്റെ ഉപ്പ മരണത്തിന്റെ വെപ്രാളത്തിലാണ്, ഉപ്പാക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികെ കിടക്കാൻ എന്റെ ഉപ്പ കൊതിക്കുന്നുണ്ട്. ആയിഷമ്മ സമ്മതം കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ആയിഷ ബീവി കരഞ്ഞുപോയി, കണ്ണിലൂടെ വെള്ളം ഒഴുകിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അവിടെ ഇനി ഒരു ഖബറിന് സ്ഥലം മാത്രമേ ഉള്ളൂ, അത് ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അവർക്ക് കൊതിക്കുന്നത് എങ്ങനെയാണ്, അവരൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്. പുണ്യ നബിന്റെ അടുത്തൊന്ന് കിടക്കാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് അവിടെ ചെല്ലാൻ ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ആയിഷമ്മ പറയുകയാണ്, അബ്ദുള്ള ഒരു ഖബറിനുള്ള സ്ഥലമേ ഉള്ളൂ, ഞാനത് എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. പക്ഷേ നിന്റെ ഉപ്പ അങ്ങനെ ആഗ്രഹിച്ചില്ലേ, നിന്റെ ഉപ്പ അങ്ങനെ കൊതിച്ചില്ലേ, അതുകൊണ്ട് ഉപ്പാക്ക് ആ സ്ഥലം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇത് കേട്ടപ്പോ അബ്ദുല്ലാഹി തങ്ങൾ ഓടി വരികയാണ്, ഉമർ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. ഉമർ അല്ലാഹു സുബ്ഹാനല്ലാഹ് വഫാത്തിന്റെ വേളയിലാണ്. മോനിങ്ങനെ കടന്നു വരുമ്പോ മോനോട് ചോദിക്കുന്ന എന്താണ് ആയിഷ ബീവിയുടെ പ്രതികരണം, എന്താണ്? ആയിഷ ബീവി സമ്മതിച്ചിട്ടുണ്ടോ? ഉടൻ തന്നെ അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞു, ഉപ്പാ പേടിക്കണ്ട ഉപ്പാ, ആയിഷ ബീവി സമ്മതം തന്നിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ മഹാനായ ഉമർ അല്ലാഹു പറഞ്ഞൊരു വാക്ക് സഹീഹുൽ ബുഖാരിയിൽ കാണാം, അൽഹംദുലില്ലാഹ്, 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 മാ കാന ശൈഉൻ അഹമ്മ ഇലയ്യ മിൻ ദാലിക ബഅദൽ ഇസ്ലാമിലേക്ക് ഞാൻ വന്നിട്ട് എനിക്കൊരുപാട് സ്ഥാനം കിട്ടിയിട്ടുണ്ട്. എന്നെ റസൂലുള്ളാഹി തങ്ങൾ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായിട്ട് നിയമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം എന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അബ്ദുല്ലാഹ്. ആയിഷ ബീവി അങ്ങനെ സമ്മതം തന്നില്ലേ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്ത്? മുത്തുനബിന്റെ പരിശുദ്ധമായ മദീനയിൽ കിടക്കാൻ കഴിയുക, ആ റൗദയിൽ മുത്തുനബിന്റെ ചാരത്ത് കിടക്കാൻ കഴിയുക. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മദീനയിലാണ് IS സ്ഫോടനം നടത്തിയത്. ഒന്നുകൂടി കൂട്ടി വായിക്കണം നിങ്ങൾ. ആ മദീനയിലെ മുത്തുനബിന്റെ ഖബറിന്റെ മുകളിൽ കാണുന്ന പച്ചക്കുബ്ബയില്ലേ, ഏതൊരു മുസ്ലിമിന്റെയും മനസ്സ് പൊട്ടുന്ന രംഗമല്ലേ? മദീനയിൽ പോയവർക്കറിയില്ലേ? ആ കുബ്ബ കാണുമ്പോ കരയാത്തവരുണ്ടോ? മദീനയിൽ നിന്ന് തിരിച്ചു വരുമ്പോ പുണ്യനബിയോട് സലാം പറഞ്ഞിങ്ങോട്ട് തിരിച്ചു വരുമ്പോ വീണ്ടും വീണ്ടും റൗദയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ, ആ പച്ചക്കുബ്ബയിലേക്ക് നോക്കുമ്പോ കരയാത്ത മുസ്ലിമീങ്ങളുണ്ടോ? ഈമാനുള്ള മുത്തുനബിയോട് സ്നേഹമുള്ള ഏതൊരു വിശ്വാസി പൊട്ടി പൊട്ടി കരഞ്ഞു പോകില്ലേ? ആ കുബ്ബയെ കുറിച്ച് കേരളത്തിലെ പണ്ഡിതൻ ഡോക്ടർ കെ സക്കരിയ സലാഹി പറഞ്ഞ വാക്കെന്താ? സക്കരിയ സലാഹി പറഞ്ഞ വാക്കെന്താ? സൗദിയുടെ അധികാരം ഞങ്ങൾക്ക് കിട്ടിയാൽ
കേരള നദ്വത്തുൽ മുജാഹിദിനെങ്ങാനും സൗദിയുടെ അധികാരം കിട്ടിയാൽ നിങ്ങൾ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന വികസനം, ഞങ്ങൾ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി അതെന്താ? ഹാജിമാർ ഹജ്ജിന് വരുമ്പോ അവർക്ക് മിനയിലേക്ക് പോകാൻ, മുസ്ദലിഫിലേക്ക് പോകാൻ, അറഫയിലേക്ക് പോകാൻ, ജംറയിലേക്ക് പോകാൻ വഴികൾ എളുപ്പമാക്കുമെന്നല്ല. പിന്നെന്താ? സൗദിയുടെ അധികാരം കേന്ദ്രത്തിന് കിട്ടിയാൽ കേന്ദ്രം നടപ്പിലാക്കുന്ന ആദ്യത്തെ വികസനം എന്താ? സക്കരിയ സലാഹി പറയുകയാണ്, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുകളിൽ കാണുന്ന ആ പച്ച കുബ്ബയില്ലേ, ആ കുബ്ബ പച്ച തകർക്കലാണ്. മഅദല്ലാഹ് മഅദല്ലാഹ്, മുസ്ലിമീങ്ങളെ ചിന്തിക്കുക, ഇവരുടെ ഭീകരമുഖത്തെ കുറിച്ച് ചിന്തിക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് ഗൗരവമാണ്. ഇത് സംഘടനാ പ്രശ്നം നമ്മൾ പറയുകയല്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുകയല്ല, ഏതെങ്കിലും പ്രസ്ഥാനത്തിനോടുള്ള സംഘടനാ വൈരാഗ്യം തീർക്കുകയല്ല. ഈമാനുള്ളൊരു മുസ്ലിമിന്റെ മുത്തുനബിയോട്, സഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ള ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വേദന പങ്കുവെക്കുകയാണ്. ഇത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി പറയുകയല്ല. ഇസ്തിഖാമ ഈ സംരംഭം കേരളത്തിനകത്തും പുറത്തും സംഘടിപ്പിക്കുന്നത് നാട്ടിൽ പ്രശ്നമുണ്ടാക്കാനല്ല, മുസ്ലിമീങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ഞാൻ സങ്കടം പറയട്ടെ, കാസർഗോഡ് ജില്ലയിൽ ഞാൻ ജോലി ചെയ്യുന്ന തൊട്ടടുത്താണ് പടന്ന എന്ന് പറയുന്ന പ്രദേശമുള്ളത്. അവിടെ നിന്നാണ് ഒട്ടേറെ കുടുംബത്തെ കാണാതായത്. അവരുടെ കുടുംബങ്ങളെ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ ഞങ്ങളൊക്കാകെ വേദനയിലാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളെ മക്കളോട് പറഞ്ഞു, വേണ്ട ഈ പ്രസ്ഥാനത്തിൽ പെട്ടുപോകണ്ട, നമുക്കൊരു പാരമ്പര്യമുണ്ട്, ആ പാരമ്പര്യത്തിന്റെ കൂടെ നിൽക്കാം. നമ്മുടെ ആലിമീങ്ങൾ കാണിച്ചെന്നൊരു പാരമ്പര്യം, മഹത്തുക്കൾ കാണിച്ചെന്നൊരു പാരമ്പര്യം, സാലിഹീങ്ങൾ കാണിച്ചെന്ന പാരമ്പര്യം എത്ര സുന്ദരമായൊരു പാരമ്പര്യമാണ്. പണക്കാട്ടെ സാദാത്യങ്ങൾ കാണിച്ചെന്ന പാരമ്പര്യം, കണ്ണിയത്ത് ഉസ്താദിന്റെ പാരമ്പര്യം, ശംസുൽ ഉലമയുടെ പാരമ്പര്യം, ഇന്നലകൾ കഴിഞ്ഞുപോയ മഹാരന്മാരുടെ പാരമ്പര്യം, അങ്ങനെ നല്ലൊരു പാരമ്പര്യം ഇവിടെ നിലകൊള്ളുമ്പോ എന്തിനാണ് പുതിയൊരു പ്രസ്ഥാനത്തെ കുറിച്ച് ആലോചിക്കുന്നത്? നിങ്ങൾ കുടുംബത്തോട് പറഞ്ഞുപോയി, മക്കളോട് പറഞ്ഞുപോയി, പക്ഷേ അവരെ കേട്ടില്ല. ഇന്നവർക്ക് വിട്ടുപോയ ഗതികോട് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ കരയുകയാണ്. അവരെ കുറിച്ച് മാത്രമല്ല, അവര് കാരണം ഞങ്ങളും വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവസവും വീട്ടിലേക്ക് പോലീസുകാർ വന്നുകൊണ്ടിരിക്കുന്നു, ചാനലുകാർ വന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് SKSകാരാ, SYSകാരാ, ഇസ്തിഖാമയെ സ്നേഹിക്കുന്നവരെ, സമസ്തയെ സ്നേഹിക്കുന്നവരെ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ഇന്നേ വരെ SKSന്റെ വീട്ടിലേക്ക് ഒരു പോലീസുകാരൻ കടന്നു വരുന്നില്ല. ഇവിടെ തീവ്രവാദിയുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു SYSകാരന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല, ഒരു സമസ്തക്കാരന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോ സംഘാടകർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ അവരും പറഞ്ഞ വാക്കെന്താ? സമസ്തയുടെ പ്രോഗ്രാമല്ലേ, നടന്നോട്ടെ, ഞങ്ങൾക്ക് ഉറപ്പാണ് ഇവിടെ പ്രശ്നമുണ്ടാവില്ല. എന്തേ എല്ലാവരും വിലയിരുത്തിയിരിക്കുന്നു സമസ്തയെ കുറിച്ച്? ഇത് പ്രശ്നക്കാരല്ല, ഇവർ ഭിന്നിപ്പിന്റെ ആളുകളല്ല, ഇവർ അനൈക്യത്തിന്റെ ആളുകളല്ല, ഇവർ ചിത്രയുടെ ആളുകളല്ല. പ്രശ്നമുണ്ടാകുമ്പോ, ഭിന്നിപ്പുണ്ടാകുമ്പോ, അനൈക്യമുണ്ടാകുമ്പോ, ചിത്രതയുണ്ടാകുമ്പോ അത് ഒതുക്കാൻ ശ്രമിക്കുന്നവരാണ്, ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നാട്ടിൽ അറിയാതെ പെട്ടുപോയ ഒട്ടേറെ പാപങ്ങളുണ്ട് റബ്ബേ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാ, അവർക്ക് ഹിദായത്ത് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ 22 ശനിയാഴ്ച എടവണ്ണയിൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി വിഷയങ്ങളൊക്കെ അവിടെ വെച്ചുകൊണ്ട് പറയുന്നതാണ്. നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എടവണ്ണയാണ്. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് ദ്വാരം നമുക്ക് പറയാം, പിരിയാം, നമ്മൾ നീട്ടുന്നില്ല. അവിടെ നമ്മളെ നിയമപാലകന്മാർ 8:45 നമുക്ക് നിർത്താൻ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ആ സമയത്തുള്ള നമുക്ക് നിർത്തണം. 9:45 അല്ലേ? 9:45 നിർത്താറുണ്ട്. നമ്മൾ വളരെ സമയബന്ധിതമായിട്ട് ഞാനിങ്ങനെ വളരെ എനിക്ക് ഇവിടുത്തെ പ്രവർത്തകന്മാരോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നാം. 5 മണിക്ക് തുടങ്ങുമ്പോൾ 5 മണിക്കുണ്ട് തുടങ്ങി. ഞങ്ങൾ വിളിച്ച് ഇവിടെ എത്താൻ കുറച്ച് വൈകിപ്പോയി. ഞങ്ങളൊരു 5:45 ഇവിടെ പ്രോഗ്രാം തുടങ്ങി. അങ്ങനെ ആയിരിക്കണം നമ്മുടെ പരിപാടികളൊക്കെ. അത് വളരെ സമയബന്ധിതമായി, വളരെ ചിട്ടയോടെ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇടവണ്ണയിലേക്ക് വരണം. നമുക്കവിടെ വരേണ്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞ വിഗ്രഹധ്വംസനം, ജാറംപൊളി എന്ന് പറഞ്ഞ സ്ഥലമാണത്. അവിടെ നിങ്ങളൊക്കെ സാന്നിധ്യം, നിങ്ങളൊക്കെ അവിടെ വരണം. ഇതൊക്കെ ഒരു പ്രശ്നത്തിനല്ല, നാടിന്റെ നന്മക്ക് വേണ്ടി നിങ്ങളൊക്കെ പങ്കാളിയാകണം. എല്ലാവരും എണീറ്റുന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോയി. സംശയ നിവാരണത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വരണം. നമ്മുടെ ഉദ്ഘാടന സംഗമം നീണ്ടുപോയതാണ്. ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. നമുക്ക് ഈ പറഞ്ഞ സമയത്ത് നമുക്ക് നിർത്തും വേണം ഇൻഷാ അല്ലാഹ്. പിന്നെ
തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അത് ഇതിൻ്റെ മറ്റൊരു പകർപ്പാണ്. പത്രം മതിയല്ലോ, വേണ്ടി നമുക്ക് പിന്നീട് വെക്കാം ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ സമയം അപ്പോൾ നമ്മളുടെ 9:45 പരമാവധി പോയ 10ൻ്റെ അപ്പുറം കടക്കരുത് നമ്മൾ പറഞ്ഞത് അവർ മാനിക്കണം. നിയമപാലകന്മാർ നമ്മളെക്കുറിച്ച് അറിയുന്നവരാണ്, ബോധവാന്മാരാണ്. അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പ്രത്യേക സാഹചര്യം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇന്ന് ഒരു കാരണവശാലും മിനിഞ്ഞാന്ന് ബഹുമാനോട് സുലൈമാൻ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, പോലീസ് പറഞ്ഞിട്ട് പരിപാടി മാറ്റിയേക്കാൻ പറഞ്ഞിട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ പോലീസുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതുകൊണ്ട് ഇവിടെ നടക്കൂല, അതുകൊണ്ട് മാറ്റിയേക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ ചെയ്യാൻ? അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ SKS നടത്തുന്ന സംസ്ഥ നടത്തണം, എന്നാൽ ഇതിനായിക്കോട്ടെ എന്നൊരു സമ്മതം കിട്ടിയതാണ്. അതുകൊണ്ട് നമ്മൾ അച്ചടക്കമുള്ളവരാണ്, നിയമപാലകന്മാർ അംഗീകരിക്കുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരിക, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് ദ്വാർക്കും പരിപാടി അവസാനിപ്പിക്കും. നമുക്ക് വലിയ സങ്കടമുണ്ട്. നമ്മൾ പ്രത്യേക നോട്ടീസിലും മറ്റുമൊക്കെ സംശയ നിവാരണത്തിന് അവസരമുണ്ടാകുമെന്ന് അറിയിച്ചതായിരുന്നു. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാര് കോഴിക്കോട് വരുന്നത് കൊണ്ട് ഒഴിക്കടവ് മുതലുള്ള സ്റ്റേഷനിലെ പല പോലീസുകാരും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ അങ്ങോട്ട് പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടി ശ്രദ്ധിക്കാൻ സാധിക്കില്ല. പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. അതുപോലെ നിങ്ങൾ സമസ്തക്കാരാണ്, കുഴപ്പമുണ്ടാകില്ല എന്ന വിശ്വാസപ്രകാരമാണ് നിങ്ങൾക്ക് അനുമതി നൽകുന്നത്. പ്രത്യേകം സമയവും മറ്റു സാഹചര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പരിപാടി നടത്തേണ്ടതെന്ന് CO ഓഫീസിൽ നിന്ന് പ്രത്യേകം നിർദ്ദേശം കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഇത് അവസാനിപ്പിക്കേണ്ടി വന്നത്. കൂടുതൽ സമയം സംശയ നിവാരണത്തിന് നീക്കി വെക്കാതിരിക്കാനുണ്ടായ കാരണം ഇൻഷാ അല്ലാഹ് ഇത് ഇതിന്മേൽ അവസാനിക്കുന്നതല്ല. നമ്മളൊക്കെ ഈ നാട്ടുകാരാണ്. ഞങ്ങൾ പത്രത്തിന്റെ കൂടെ അയച്ച പ്രമേയത്തിനെ കുറിച്ചുള്ള ഈ വിഷയത്തെ കുറിച്ചുള്ള നമ്മുടെ ലഘുലേഖയിൽ നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇനിയും സംശയ നിവാരണങ്ങൾക്കുള്ള അവസരങ്ങൾ ഭാവിയിൽ പരിപാടിയും സംഘടിപ്പിക്കാവുന്നതാണ്. ഇടവണ്ണയിൽ നമ്മുടെ പരിപാടി ഉണ്ടുവാനും നിങ്ങൾക്ക് ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം. നിങ്ങൾ ആ വേദന അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് ഇനിയും കാര്യങ്ങൾ നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നിർത്തുകയാണ്. നമ്മൾ സംശയനിവാരണത്തിന് അവസരം കൊടുത്തു, ആരും വന്നിട്ടില്ല. അതുകൂടി ഞാൻ ഉണർത്തും എന്ന് വെച്ചാൽ അത് ഓൺലൈൻ, ഇവിടുത്തെ സാഹചര്യം എല്ലാവർക്കും അറിയും. ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണാൻ നാളെ പ്രചരിപ്പിക്കുന്നത് ഇസ്തിഖാമ പരിപാടി വെച്ചു, സംശയനിവാരണത്തിൻ്റെ അവസരം ഉണ്ടായിരുന്നു, കൊടുത്തിട്ടാറ്. ആരും വന്നിട്ടില്ല. നമ്മൾ സമയമില്ലെങ്കിലും വന്നാൽ കൊടുക്കുന്ന തീരുമാനമുണ്ട്. ഇനി 10 മണി മൈക്കൊക്കെ പെർമിഷൻ പ്രശ്നമുള്ളൂ, നമുക്ക് പെർമിഷൻ പ്രശ്നമൊന്നുമില്ല. മൈക്ക് ഓഫാക്കി നമ്മൾ സംസാരിക്കും, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. ആരും വരാത്തതുകൊണ്ടാണ് നിർത്തുന്ന കൂടി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആക്ക് നിർത്തുന്നത്.